ഹലോ ഗായ്സ്, വെൽക്കം ടു ലേണേഴ്സ് ഹബ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇൻഡയറക്ട് ടാക്സേഷന്റെ വർക്ക് ബുക്ക് ആണ്. ഒരുപാട് വലിപ്പിക്കണമെന്നില്ല, നമുക്ക് നേരെ പോയിന്റിലേക്ക് പോകാം. ഇത് സി എ ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, സി എം എ ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് റെഫർ ചെയ്യാം, കോമൺ ആണ്. ബട്ട് വി ആർ ഗോയിങ് ടു വർക്ക് ഔട്ട് ദി സി എം എ ഇന്റർമീഡിയറ്റ് വർക്ക് ബുക്ക്. ഓക്കെ, അവർ വർക്ക് ബുക്ക് ഞാൻ സി എം എ ഇന്റർമീഡിയറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സി എക്കും നോക്കാം, സി എം എക്കും നോക്കാം, ഇന്റർമീഡിയറ്റിന് വേണ്ടി നോക്കാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസംബറിൽ വരുന്ന അല്ലെങ്കിൽ ജനുവരിയിൽ വരുന്ന സി എ ഓർ സി എം എ ഇന്റർമീഡിയറ്റിനാണ് അപ്ലിക്കബിൾ. പിന്നെ ബാക്കിയുള്ളതിലേക്കൊക്കെ ചെറിയ അമെന്റ്മെന്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം അപ്ലിക്കബിൾ ആവും. ഏകദേശം ഒരു 30-36 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറെ ഏരിയ റിവൈസ് ചെയ്തതുപോലെ ഉണ്ടാവും. മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഇറ്റ് ഫുള്ളി. ഓക്കെ, ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ തകർക്കാം. നേരെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 36 ക്വസ്റ്റ്യൻ ദാ പറയുമ്പോഴേക്കും തീരും. വേണി നോക്കിയോ, ദാ ഒന്നാമത്തെ, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സപ്ലൈസ് വുഡ് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ആസ് പെർ ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 എന്താ പറയുന്നത്? ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ, വെദർ ഇറ്റ് ഈസ് ഗുഡ്സ് ഓർ വെദർ ഇറ്റ് ഈസ് സർവീസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് ഷെഡ്യൂൾ 2. അറിയുന്നു വിചാരിക്കുന്നു, നമ്മൾ ആ സപ്ലൈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അത് പ്രകാരം ഈ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രൊവിഷൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവുകയുള്ളൂ. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ്. ദിസ് ഈസ് 100% ഫോർ റിവിഷൻ പർപ്പസ്. ഒരു വിധമെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത് മനസ്സിലാവുള്ളൂ. എന്തിനാണ് സ്പീഡിൽ പറഞ്ഞിട്ട് പോകുന്നത്, എന്താണ് കോൺസെപ്റ്റ് പറയാത്തതെന്ന് നോക്കരുത്. നമ്മൾ ഡീറ്റ് ചെയ്തതുപോലെ ജസ്റ്റ് പ്രൊവിഷൻ ഒന്ന് പറയും, ദെൻ ഡയറക്ട്ലി നമ്മൾ ആൻസർ പറയും. സോ ഏതെങ്കിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കോൺസെപ്റ്റും പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? വർക്ക്സ് കോൺട്രാക്ട് ഷെഡ്യൂൾ 2 പറയുന്നുണ്ട് സർവീസ് ആണ്. റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ ഗുഡ്സ്. ഇമ്മൂവബിൾ ഗുഡ്സ് എന്ന് പറയുന്ന സമയത്ത് മൂവബിൾ ഗുഡ്സ് ആണ് ഗുഡ്സിന്റെ പരിധിയിൽ വരിക. നമ്മൾ ഗുഡ്സിന്റെ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് മൂവബിൾ ഗുഡ്സ് ആണ് ഗുഡ്സിന്റെ പരിധിയിൽ. ഇമ്മൂവബിൾ ഗുഡ്സ് സർവീസിന്റെ പരിധിയിലാണ്. ഇവൺ ബിൽഡിംഗ് നോർമലി കൺസിഡറേഷൻ വാങ്ങിക്കുന്നത് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ജി എസ് ടി വരില്ല, ഷെഡ്യൂൾ 3 വരുന്ന ഐറ്റം ആണ്. ബട്ട് കൺസ്ട്രക്ഷന്റെ ഇടയിൽ തന്നെ നമ്മൾ വല്ല പേയ്മെന്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജി എസ് ടിയുടെ പരിധിയിൽ വരും. ബിൽഡിംഗ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ സപ്ലൈ ഓഫ് സർവീസ് ആസ് പെർ ഷെഡ്യൂൾ 2. ഓക്കെ, ഷെഡ്യൂൾ 2 3 ഒക്കെ ഒന്ന് റെഫർ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഇൻ ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്. അതായത് ഗുഡ്സിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാതെ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഉപയോഗിക്കാനുള്ള റൈറ്റ് ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സർവീസ്. അത് ഗുഡ്സ് അല്ല. ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവും. ഇത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. ജോബ് വർക്ക് ഡയറക്ട്ലി പറയുന്നുണ്ട്, സപ്ലൈ ഓഫ് സർവീസ് ആണ്. ടെമ്പററി ട്രാൻസ്ഫർ ഓർ പെർമിറ്റിംഗ് യൂസ് ഓർ എൻജോയ്മെന്റ് ഓഫ് എനി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുമ്പോൾ ഐ പി എന്ന് പറയും നമ്മൾ. ഈ കോപ്പി റൈറ്റ്, പേറ്റന്റ് പോലെയുള്ള ഐറ്റംസ് തൽക്കാലം ഉപയോഗിക്കാൻ കൊടുക്കുന്നതിന് കിട്ടുന്ന പേയ്മെന്റ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. സോ ഇത് പ്രകാരം വർക്ക്സ് കോൺട്രാക്ട് എല്ലാം 5 സപ്ലൈ ഓഫ് സർവീസ്. സപ്ലൈ ഓഫ് സർവീസ്, 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 സർവീസ്. ഷെഡ്യൂൾ 2 ഒന്ന് പോയി റെഫർ ചെയ്യുക. ഞാൻ പറഞ്ഞ ബിൽഡിങ്ങിന്റെ പോയിന്റ് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 3 ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത്, Mr. Ram received a design service for his personal use and paid 500 as a professional fee to Mr. Shyam of USA. ഇത് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണ് വരിക. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസിന്റെ പോയിന്റ് അറിയുന്ന വിചാരിക്കണം. ഞാൻ ജസ്റ്റ് ഒരു ചാർട്ട് കാണിച്ചു തരാം. ഈ ഒരു ചാർട്ട് നോക്കിയാൽ മതി. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് സപ്ലൈയിൽ നമുക്ക് നോർമലി പറയുന്നതിന് എല്ലാത്തിനെയും കൂടി ചേർത്തി ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്. നോർമലി ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് അല്ല പറയുന്നത്, സർവീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സർവീസ് ആണെന്നുണ്ടെങ്കിൽ കൺസിഡറേഷനോട് കൂടിയിട്ടാണെങ്കിൽ, നമ്മൾ പൈസ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബിസിനസിന് വേണ്ടി ആണെങ്കിലും ശരി, ബിസിനസിന് വേണ്ടി അല്ലെങ്കിലും ശരി, സപ്ലൈ ആവും. ഇവിടെ ബിസിനസിന്റെ കണ്ടീഷൻ വേണ്ട എന്ന് പറയുന്ന ഒരു കേസ് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണ്. പേഴ്സണൽ യൂസിനാണെങ്കിലും കൺസിഡറേഷനോട് കൂടി നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സപ്ലൈ. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കൺസിഡറേഷൻ ഇല്ലാതെയാണെങ്കിൽ ബട്ട് റിലേറ്റഡ് പേഴ്സന്റെ ഇന്നോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടോ ആണെങ്കിലും സപ്ലൈ ആവും. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ 2 കാറ്റഗറി, കൺസിഡറേഷൻ ഉണ്ട്, കൺസിഡറേഷൻ ഇല്ല. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ബിസിനസിന് വേണ്ടി ആണെങ്കിലും ബിസിനസിന് വേണ്ടി അല്ലെങ്കിലും സപ്ലൈ ആവും. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സപ്ലൈ ആവും. ബാക്കിയുള്ള കേസസ് ഒന്നും സപ്ലൈ ആവില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്, നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു പോയിന്റ് മൈൻഡിൽ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് കേസ്, രാം റിസീവ്ഡ് എ ഡിസൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണലിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. കൺസിഡറേഷൻ ഉണ്ട്. എടാ കൺസിഡറേഷൻ ഉണ്ട്, ഫസ്റ്റ് കാറ്റഗറി.
ഫസ്റ്റ് കാറ്റഗറി പ്രകാരം അത് ബിസിനസ് യൂസ് ആണെങ്കിലും അല്ലെങ്കിലും സപ്ലൈ ആവുന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോ എക്സ്പ്ലെയിൻ വെദർ അഫോർസെഡ് ആക്ടിവിറ്റി ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് സപ്ലൈ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സപ്ലൈ ആവും. നമ്മൾ പറഞ്ഞത് പ്രകാരം കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് ബിസിനസ് പർപ്പസ് ആവണമെന്ന് നിർബന്ധമില്ല. പേഴ്സണൽ ആണെങ്കിലും സപ്ലൈ ആവും. ദിസ് ട്രാൻസാക്ഷൻസ് ക്വാളിഫൈസ് ആസ് സപ്ലൈ. ഫസ്റ്റ് വൺ. 2. Is there any change in your opinion if they are brothers and sisters and there is no consideration? കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ചാർട്ട് ആലോചിക്കുക, അപ്പുറത്തെ സൈഡ്. കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ചാൽ മാത്രമേ സപ്ലൈ ആവുള്ളൂ. ശരിയല്ലേ? നമ്മളുടെ സെക്കൻഡ് ചാർട്ട്. ഇസ് ദർ എനി ചേഞ്ച് ഇൻ യുവർ ഒപ്പീനിയൻ? അവർ ബ്രദേഴ്സ് ആണെന്ന് പറയുമ്പോൾ അത് റിലേറ്റീവ് ആണ്. കൺസിഡറേഷൻ ഇല്ല. കൺസിഡറേഷൻ ഇല്ലാതെ ബ്രദേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ, പേഴ്സണൽ യൂസിനാണ് എന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആവില്ല. ചാർട്ട് നോക്കടാ, ചാർട്ട് പഠിക്കാതെ വെറുതെ ഇതാ. വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പേഴ്സന്റെ നിന്ന് ബിസിനസ് യൂസ് ആണെങ്കിൽ മാത്രമേ സപ്ലൈ ആവുള്ളൂ. സോ ഈ കേസിൽ രണ്ടാമത്തെ കേസ് സപ്ലൈ ആവില്ല. പ്രൊവിഷൻ ഒക്കെ വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കേസ്, ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടഡ് സർവീസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി സ്കോപ്പ് ഓഫ് സപ്ലൈ. അത് നമ്മൾ ആ പോയിന്റ് വൃത്തിക്ക് എഴുതി വെക്കണം. കഥയൊക്കെ വായിക്കുക. ജസ്റ്റ് ഒരു ഹിന്റ് മാത്രമാണ് ഞാൻ തന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളുടെ വർക്ക് ബുക്ക് 36 ക്വസ്റ്റ്യൻസ് മേ ബി 2 to 3 hours തീർന്നു കഴിഞ്ഞാൽ അത്ര അടിപൊളിയല്ലേ? അതിന് വേണ്ടി പറഞ്ഞു മാത്രം. ഓക്കെ. ദെൻ മൂന്നാമത്തെ കേസ് ഏതാ ചോദിക്കുന്നത്? ഫർദർ, ഈസ് ദർ എനി ചേഞ്ച് ഇൻ യുവർ ഒപ്പീനിയൻ ഇഫ് ദേ ആർ ബ്രദേഴ്സ് ആൻഡ് ദർ ഈസ് നോ കൺസിഡറേഷൻ ആൻഡ് സച്ച് ഡിസൈൻ ഈസ് ഫോർ ബിസിനസ് പർപ്പസ്. കൺസിഡറേഷൻ ഇല്ലാതെയാണെങ്കിൽ, റിലേറ്റീവിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, ബിസിനസ് പർപ്പസിനാണെങ്കിൽ അത് സപ്ലൈ ആവും. നമ്മുടെ ചാർട്ടിന്റെ അപ്പുറത്തെ സൈഡ്. അപ്പോൾ അത് സപ്ലൈ ആവും. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. പ്രൊവിഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. കഥ വായിക്കുക. ഹൗവർ ഷെഡ്യൂൾ 1 പ്രൊവൈഡ്സ് ദാറ്റ് ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ, റിലേറ്റഡ് പേഴ്സൺ, ഫർദർ എൻഡ്സ് ഓഫ് ബിസിനസ് ആണെങ്കിൽ സപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് എഴുതാം. ചാർട്ട് എപ്പോഴും മൈൻഡിൽ വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ. CA ഇന്ററിന്റെ ലെറ്റസ്റ്റ് റീക്യാപിച്ചുലേറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് പാർട്ടിലുള്ള ചാർട്ടൊക്കെയാണ്. ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇത് സ്ക്രീന് പോയാ ഒരു മിനിറ്റ്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ കഥ മനസ്സിലായി എന്ന് വിചാരിക്കണു. അടുത്ത പോയിന്റ്. അപ്പൊ ഏതാ ഇത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ, എടാ നമ്മളുടെ കോമ്പോസിറ്റ് സപ്ലൈ ആണോ മിക്സഡ് സപ്ലൈ ആണോ എന്നുള്ളതാണ്. ജസ്റ്റ് കോൺസെപ്ച്വൽ റിവിഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടൂത്ത് പേസ്റ്റ് ഈസ് സപ്ലൈഡ് അലോങ് വിത്ത് ടൂത്ത് ബ്രഷ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇതൊന്നും നോർമലി നാച്ചുറലി ബണ്ടിൽഡ് ഒന്നും അല്ല. കോമ്പോസിറ്റ് സപ്ലൈ ഒന്നും അല്ല. ദിസ് ഇസ് എ മിക്സഡ് സപ്ലൈ. നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ നാച്ചുറലി കൊടുക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവരിത് വേണമെന്ന് പറഞ്ഞ് മിക്സ് ചെയ്യാണ്. ഇറ്റ്സ് എ മിക്സഡ് സപ്ലൈ. സപ്ലൈ ഓഫ് പാക്കേജ് കൺസിസ്റ്റിംഗ് ഓഫ് ക്യാൻഡ് ഫുഡ്, സ്വീറ്റ്, ചോക്ലേറ്റ്, കേക്ക്, ഡ്രൈ അത് ഇനി ബാക്കി വായിക്കണ്ട. മിക്സ് ചെയ്ത് സിംഗിൾ പ്രൈസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും മിക്സഡ് സപ്ലൈ ആവും. സപ്ലൈ ഓഫ് ലാപ്ടോപ്പ് വിത്ത് വാറന്റി, പ്രീ ഇൻസ്റ്റാൾഡ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ നോർമലി കൊടുക്കുന്നതാണ്. ഒരു PC വാങ്ങിക്കുന്ന സമയത്ത് അതിൽ വിൻഡോസ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ. നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ഫുഡ് സപ്ലൈ ടു ആൻ ഇൻപേഷ്യന്റ് ആസ് അഡ്വൈസ്ഡ് ബൈ ദി ഡോക്ടർ ഓർ ന്യൂട്രീഷൻ. ഡോക്ടറോ ന്യൂട്രീഷനിസ്റ്റോ പറഞ്ഞത് പ്രകാരം പേഷ്യന്റിന് അവിടെ താമസിക്കുന്ന മറ്റേ റൂമിൽ താമസിക്കുന്ന ഹോസ്പിറ്റലിലുള്ളവർക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നാച്ചുറലി ബണ്ടിൽഡ് ആണ്. കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ദെൻ എ ഹോട്ടൽ പ്രൊവൈഡ്സ് 4-day 3-night പാക്കേജ് വിത്ത് ഫെസിലിറ്റി ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. എടാ ഹോട്ടലിൽ താമസിക്കുന്നതിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമലി കൊടുക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളങ്ങനെ കുത്തിത്തുരുക്കിയിട്ട് വേറെ രണ്ടെണ്ണത്തിനെയും കൂടി പിടിച്ച് മിക്സ് ചെയ്യുമൊന്നുമല്ല കോമ്പോസിറ്റ് സപ്ലൈ. ഓക്കെ. ആദ്യത്തെ രണ്ടെണ്ണം മിക്സഡും ബാക്കിയുള്ളത് കോമ്പോസിറ്റും. നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ എഴുതണം? എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ, എന്താണ് മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ ആവുന്ന സമയത്ത് പ്രിൻസിപ്പൽ സപ്ലൈ ഏതായിരിക്കണം എന്ന് പറയണം. മിക്സഡ് സപ്ലൈ ആവുന്ന സമയത്ത് റേറ്റ് കണക്കാക്കേണ്ടത് ഹയസ്റ്റ് റേറ്റ് ഉള്ളതാണെന്നൊക്കെ പറയണം. സെക്ഷൻ 8 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സെക്ഷൻ 8 ഒക്കെ കോട്ട് ചെയ്യുക. ദെൻ കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈ പറ്റിയിട്ട് പറയും. ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, R Limited, a manufacturer of cosmetic products, supplied package consisting of body oil, GST 18%, body lotion 28%,
ഷാമ്പു 28, സോപ്പ് 12. ദ പ്രൈസ് പാക്കേജ് 750. 15,000 പാക്കേജ് സപ്ലൈ ചെയ്തു. ഡിറ്റർമിൻ ദി നേച്ചർ ഓഫ് സപ്ലൈ ആൻഡ് ടാക്സ് ലൈബിലിറ്റി. എടാ ഇത് മിക്സഡ് സപ്ലൈയാ, എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് എല്ലാം കൂടി ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഇറ്റ്സ് എ മിക്സഡ് സപ്ലൈ. റേറ്റ് ചെയ്തെടുക്കണം, ഹയസ്റ്റ് റേറ്റ് എടുക്കണം. പ്രൈസ് എങ്ങനെ കണക്കാക്കുക? 15,000 പാക്കേജസ് ആണ്. ഒരു പാക്കേജിന് 750 രൂപ. 15,000ന്റെ കൂടെ 750 ആഡ് ചെയ്യുക. ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യുക. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഏതാ? 28 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്. നമ്മൾ ഏതെടുക്കണം? 28% അപ്ലൈ ചെയ്യണം. 15,000 ഇൻറ്റു 750 അടിക്കുക, അതിൻ്റെ കൂടെ 28% കൂട്ടുക. ഈ പറഞ്ഞ പോലെ എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ, എന്താണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുക. മിക്സഡ് സപ്ലൈയിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് ടാക്സബിൾ ആവുക എന്നും പറയാം. ദാറ്റ്സ് ഇറ്റ്. 15,000, 750, 1,12,50, 28%, 31,50,000 ടാക്സബിൾ ആവും. എന്നെ മറയുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് സൈഡിൽ നിൽക്കാം. ഓക്കെ അല്ലേ? 4 കഴിഞ്ഞു. എടാ ഇല്ലസ്ട്രേഷൻ 5. State in which schedule of the CGST Act the following supplies have been covered. Also determine in which category they shall be classified. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, നിങ്ങൾക്ക് കോൺസെപ്ച്വലി മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാന്ന് മാത്രം. അല്ലാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ സാധ്യത കുറവാണ്. ഇതിൽ പലതും ഷെഡ്യൂൾ 1ഉം 2ഉം ആയിട്ട് കണക്ഷൻ ഉണ്ട്, ചിലത് 2ഉം 3ഉം ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. സോ ഡോണ്ട് വറി. സെയിൽ ഓഫ് ലാൻഡ് പറ്റില്ല എന്ന് പറയുന്നത് ഷെഡ്യൂൾ 3യിലാണ്. സപ്ലൈയോ അല്ല, സപ്ലൈ ആയിട്ടേ കണക്കാക്കേണ്ട ആവശ്യമില്ല. Goods forming part of business assets are transferred by the businesses so as no longer to form part of those assets without any consideration. ഷെഡ്യൂൾ 1ൽ ഈ ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് കൺസിഡറേഷനെ പറ്റി പറയുന്നുണ്ട്. ഇത് സപ്ലൈ ഓഫ് സർവീസ് ആണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്ന് പറഞ്ഞ് ഷെഡ്യൂൾ 2ൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ 2 ആണ് മെൻഷൻ ചെയ്യേണ്ടത്. ഷെഡ്യൂൾ 2 ആണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുക. ഇറ്റ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, ബിസിനസ് അസറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സർവീസസ് ബൈ ആൻ എംപ്ലോയി ടു എംപ്ലോയർ. എടാ ഷെഡ്യൂൾ 3 പ്രകാരം അത് സർവീസേ അല്ല, സപ്ലൈയേ അല്ല, കാണിക്കേണ്ട ആവശ്യമില്ല. സർവീസ് ബൈ വേ ഓഫ് എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ. ഷെഡ്യൂൾ 3 പ്രകാരം അത് സപ്ലൈ ആവില്ല. ടെമ്പററി ട്രാൻസ്ഫർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി IP ട്രാൻസ്ഫർ ചെയ്യുന്നത് സപ്ലൈ ഓഫ് സർവീസ് ആവും. ഷെഡ്യൂൾ 2 പ്രകാരമാണ് ആവുക. ഷെഡ്യൂളിന്റെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സർവീസ് ഓഫ് ഫ്യൂണറൽ ബരിയൽ ഒന്നും സപ്ലൈ അല്ല ഷെഡ്യൂൾ 3 പ്രകാരം. ലീസ് റെന്റ് കളക്ട് ചെയ്തു എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് ആണ്, ഷെഡ്യൂൾ 2 പ്രകാരം സർവീസ് ആവും. കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ് സിവിൽ സ്ട്രക്ചർ പാർട്ട് ദെയർ ഓഫ് ഇൻക്ലൂഡിംഗ് എ കോംപ്ലക്സ് ഓർ ബിൽഡിംഗ് ഇന്റൻഡഡ് ഫോർ സെയിൽ ടു ബയർ ഹോളി ഓർ പാർട്ട്ലി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ 2 പ്രകാരം. ഇത് സപ്ലൈ ഓഫ് സർവീസ് ആവും. ഷെഡ്യൂൾ 2. ഓക്കെ, ഫസ്റ്റത്തെ ഏതാ? ഷെഡ്യൂൾ 3. 3, 2, സി ഏതാ? 3ഉം 3, 2, 3, 3 നോക്കാം. 3, 2, 3, 3. ഇനി ഏതാ? 2, 3, 2, 2 ആണോ? 2, 3, 2. ഇതും 2 തന്നെയാണല്ലോ. 2, 3, 2, 2 എല്ലാം ഓക്കെ. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻ നമ്പർ 6. സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് ആക്ടിവിറ്റി വുഡ് എമൗണ്ട് ടു സപ്ലൈ അണ്ടർ CGST ആക്ട്. താഴെ പറയുന്നതിൽ സപ്ലൈ ആണോ? അർബൻ ഫർണിച്ചർ ഈസ് റിനൗണ്ട് ഫർണിച്ചർ ഹൗസ് ഇൻ ചെന്നൈ. As a part of their business policy, the company donated 6 tables to charitable school. It is to be noted that the time of purchase of these tables ITC has been taken. ഷെഡ്യൂൾ 1ൽ പറയുന്നുണ്ട്, ഇവൻ ദോ നിങ്ങൾ ബിസിനസ് അസറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും കൺസിഡറേഷൻ ഇല്ലാതെ കൊടുക്കുകയാണെങ്കിലും അതിന്റെ ഇൻപുട്ട് ടാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ 1 പ്രകാരം സപ്ലൈ ആയിട്ട് കണക്കാക്കും എന്ന് പറയുന്നുണ്ട്. സോ ഷെഡ്യൂൾ 1 കോട്ട് ചെയ്യണം, ആൻഡ് അതിന്റെ കൂടെ ഇത് സപ്ലൈ ആവുമെന്നും പറയണം. ഷാൾ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. ഷെഡ്യൂൾ 1ഉം കോട്ട് ചെയ്യുക. That's it. അടുത്തത്, A Limited has a factory in Kolkata and a depot in Patna. Patna, Bihar. Kolkata, West Bengal. Both these establishments are registered in respective states. Finished goods are sent from factory to Patna without consideration so that the same can be sold from the depot. എടാ 25ല് സെക്ഷൻ 25ല് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണെ പറ്റി പറയുന്നുണ്ട്. സെയിം GST, അതായത് സെയിം പാനല് വേറെ വേറെ സ്റ്റേറ്റുകളിൽ എടുക്കുന്നവരൊക്കെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്നാ പറയുക. അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇവൻ ദോ കൺസിഡറേഷൻ ഇല്ലാതെ ആണെങ്കിലും അത് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നു പറയുന്നുണ്ട്. സോ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടി വരും. ആസ് പെർ ഷെഡ്യൂൾ 1 റിലേറ്റഡ് പേഴ്സൺ എന്താണ് സെക്ഷൻ 25 പറയുന്നത്. ദസ് സപ്ലൈ ഫ്രം ഫാക്ടറി ടു പാറ്റ്ന ഡിപ്പോട്ട് ഈസ് ട്രാൻസ്ഫർഡ് ആസ് സപ്ലൈ. പക്ഷെ അതിന് ടാക്സ് വരുമോ എന്നുള്ളത് നമ്മൾ സെക്ഷൻ 15 വാല്യൂ ഓഫ് സപ്ലൈയിൽ പഠിക്കുന്നുണ്ട്.
ഇവര് 1 രൂപയ്ക്കാണ് സപ്ലൈ ചെയ്യുന്നത്. ബ്രാഞ്ച് ട്രാൻസ്ഫറിനൊന്നും ടാക്സ് വരില്ല. അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഓക്കെ. സെക്ഷൻ 15 അറിയുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിലേ ഈ പറയുന്നത് കണക്റ്റ് ആവുള്ളൂ. അത് ഞാനിപ്പോൾ ഇവിടെ പ്രൊവിഷൻ പറഞ്ഞു തരാത്തത്, ദിസ് ഈസ് പെർട്ടിക്കുലർലി ഫോർ റിവിഷൻ പേർപ്പസ്. സപ്ലൈ ചാപ്റ്റർ, RCM ചാപ്റ്റർ, ചാർജ്, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുക. സോ നിങ്ങളത് പഠിച്ചിട്ട് വന്നതായിരിക്കും ബെറ്റർ. ആദ്യമായിട്ട് വന്നിട്ട് ഈ ഒരു 36 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോയിട്ട് എക്സംഷൻ അടിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് വരരുത്. ദിസ് ഈസ് ജസ്റ്റ് ഫോർ റിവിഷൻ പേർപ്പസ്. നിങ്ങൾ പഠിച്ചവർക്ക് ഒരു പുഷ് തരാന്നാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ. ബംഗൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡൊണേറ്റ്സ് ക്ലോത്ത്സ് ആൻഡ് ടോയ്സ് ടു ചിൽഡ്രൻ ലിവിംഗ് ഇൻ സ്ലം ഏരിയ. എടാ, ഒരു സപ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ഉണ്ടാവണം, കൺസിഡറേഷൻ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ട്രസ്റ്റ് ക്ലോത്തും ടോയ്സും ഒക്കെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ നോർമൽ സപ്ലൈയുടെ കണ്ടീഷനിൽ വരില്ല. സീൽ പറയുന്നത് സപ്ലൈ ആവില്ല. സപ്ലൈ ഹാസ് 2 elements. കൺസിഡറേഷൻ വേണം, ഫർദറൻസ് ഓഫ് ബിസിനസ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡൊണേഷൻസ് ആർ നോട്ട് ട്രീറ്റഡ്. സിമ്പിൾ കോൺസെപ്റ്റ്. ഇതൊക്കെ നമ്മൾ അതിന്റെ ബേസിക്സിൽ പഠിക്കുന്നതാണ്. സപ്ലൈ ചാപ്റ്ററിന്റെ ബേസിക്സിൽ പഠിക്കുന്നത് വെച്ചിട്ടാണ് ഇല്ലസ്ട്രേഷൻ 6 കഴിഞ്ഞു. 7 നോക്കാം. ക്വസ്റ്റ്യൻ 7. ഡിസ്കസ് വെദർ GST അപ്ലിക്കബിൾ ഇൻ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെയുള്ളതിൽ GST അപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തൊട്ട് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളൊക്കെ പഠിച്ച് തകർത്തിരിക്കുകയല്ലേ. മുന്ദ്ര സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പെയ്ഡ് ദി സാലറി ഓഫ് 24 lakh ടു വൺ ഓഫ് ഇറ്റ്സ് എംപ്ലോയി. എടാ, ഷെഡ്യൂൾ 3 പ്രകാരം തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. സാലറി എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ചെയ്തു കൊടുക്കുന്ന സർവീസ്. എംപ്ലോയർക്ക് സർവീസ് കൊടുക്കണു, എംപ്ലോയിക്ക് പേയ്മെന്റ് കൊടുക്കണം. ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് സപ്ലൈ. ഓക്കെ. ഷെഡ്യൂൾ 3 പ്രകാരം സപ്ലൈ അല്ല എന്ന് പറയുക. ഷെഡ്യൂൾ 3 ദിസ് വിൽ നോട്ട് അട്രാക്ട് GST ലൈബിലിറ്റി. ഓക്കെ. ഒന്നാമത്തെ കഴിഞ്ഞു, വരില്ല. അപ്പാർട്ട് ഫ്രം സാലറി, കമ്പനി ഗിഫ്റ്റ് റിസ്റ്റ് വാച്ച് വർത്ത് ₹65,000 ടു ഹെർ. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ആവും, പ്രൊവൈഡഡ് 50,000 രൂപയിൽ കൂടുതലാവണം എന്നാണ് പോയിന്റ്. ഇവിടെ എന്താ പറയുന്നത്? സിൻസ് ദി വാല്യൂ ഓഫ് ഗിഫ്റ്റ് എക്സീഡ്സ് 50,000, entire value shall be considered as supply. 65,000 supply. Mr. Vigesh transferred 1,000 debentures of MIL to Mrs. Sonam for consideration of 20 lakh. എടാ, ഡിബഞ്ചർ സെക്യൂരിറ്റി ആണ്. നമ്മളുടെ ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ പോലും വരില്ല. സപ്ലൈ ആവില്ല എന്നല്ല, ഇത് ഗുഡ്സേ ആവില്ല, ഗുഡ്സോ സർവീസോ രണ്ടും ആവില്ല, സപ്ലൈയോ ആവില്ല. ഡിബഞ്ചേഴ്സ് ആർ സെക്യൂരിറ്റീസ് വിച്ച് ആർ ഗുഡ്സും അല്ല സർവീസും അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് സബ്ജക്ട് ടു GST അല്ല, സപ്ലൈയുടെ പരിധിയിൽ പോലും വരില്ല. സപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗുഡ്സോ സർവീസോ ആവണം, രണ്ടും അല്ല. ഓക്കെ. ദെൻ മിസ്റ്റർ വിഗേഷ് ട്രാൻസ്ഫർഡ് എ പ്ലോട്ട് ഓഫ് ലാൻഡ്. എടാ, ലാൻഡ് ഷെഡ്യൂൾ 3 പ്രകാരം ഇതല്ല, സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല സർവീസും അല്ല. സെയിൽ ഓഫ് ലാൻഡ് ഈസ് ഔട്ട് ഓഫ് സ്കോപ്പ് ഓഫ് സപ്ലൈ അണ്ടർ ദി ഷെഡ്യൂൾ 3. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. മിസ്റ്റർ പവൻ, supplier registered in Mumbai, procures goods from China and directly supplies to same to a customer in UK. എടാ, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറി, ഇന്ത്യക്ക് പുറത്തുള്ള നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ടെറിട്ടറിന്ന് വേറൊരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിലേക്ക് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിനെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊക്കെ പറയുന്ന പോലെ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വേറൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഫോൺ കോളിലൂടെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അത് GSTയുടെ പരിധിയിൽ വരില്ല. വി ക്യാൻ ഡു ഇറ്റ്. ടാക്സബിലിറ്റി വരില്ല. As per Schedule 3, supply of goods from a person non-taxable territory to another place in non-taxable territory. ചൈനയിൽ UK-ലേക്കാണ്, രണ്ടും നോൺ ടാക്സബിൾ ടെറിട്ടറി ആണ്. വിത്തൗട്ട് സച്ച് ഗുഡ്സ് എൻട്രിങ് ഇൻ ടു ഇന്ത്യ ഈസ് നെയ്തർ കൺസിഡർഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്, നെയ്തർ സപ്ലൈ ഓഫ് സർവീസ് ആവില്ല, സബ്ജക്ട് ടു GSTയും ആവില്ല എന്നാണ് പറയുന്നത്. 7 കഴിഞ്ഞു. 8. എടാ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് വെദർ ദി ഫോളോയിങ് പേഴ്സൺ ആർ എലിജിബിൾ ഫോർ കോമ്പോസിഷൻ ലെവി. സെക്ഷൻ 10 കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെസ്സേഴ്സ് ക്വാളിറ്റി ഐസ്ക്രീം ലിമിറ്റഡ്, പേരിൽ തന്നെ ഉണ്ട് ഐസ്ക്രീം. ബാംഗ്ലൂർ, കർണാടക, എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ഐസ്ക്രീം, ടേൺ ഓവർ 120 ലക്ഷം. എടാ, ഐസ്ക്രീം എന്ന് കണ്ടു. ഐസ്ക്രീമുകാർക്ക്, മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. എൻഗേജ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ഐസ്ക്രീം ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ ലെവി. കഴിഞ്ഞു. കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. മെസ്സേഴ്സ് റോബി കളക്ഷൻ എ രജിസ്റ്റേർഡ് ഡീലർ ഫ്രം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് ഹാസ് റിപ്പോർട്ടഡ് ഇൻട്രാ സ്റ്റേറ്റ് ടേൺ ഓവർ ഓഫ് ഗുഡ്സ് 125 lakhs. എടാ, അരുണാചൽ പ്രദേശിലെ ലിമിറ്റ് എത്രയാ?
75 ലാക്ക് ആണ്. 75 ലക്ഷം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 പ്രകാരം കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. ആ പോയിന്റ് തന്നെയാണ് പറയേണ്ടത്. അരുണാചൽ പ്രദേശിൽ 75 ലക്ഷമാണ്. സോ ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ ലെവി. മെസ്സേഴ്സ് ആർട്ട് കളക്ഷൻ എ രജിസ്റ്റേർഡ് ഡീലർ ഫ്രം ചെന്നൈ ഹാസ് റിപ്പോർട്ടഡ് ആൻ എക്സ്പോർട്ട് ടേൺ ഓവർ. എക്സ്പോർട്ട് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർസ്റ്റേറ്റ് ആണ്. എക്സ്പോർട്ട് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് ആണ്. നമ്മളുടെ സെക്ഷൻ 10ന്റെ കണ്ടീഷൻ പ്രകാരം ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ചെയ്യുന്നവര് എന്തെടുക്കാൻ പാടില്ല? കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പാടില്ല. സോ കൺസിഡർഡ് ആസ് ആൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഈസ് നോട്ട് എലിജിബിൾ ടു കോമ്പോസിഷൻ ലെവി. ടേൺ ഓവർ എന്ന് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്, പറ്റില്ല. മെസ്സേഴ്സ് മിസ് കോമൽ wants to sell taxable goods in exhibition organized in a week in Assam. She does not have any fixed place of business in Assam participating in the exhibition. ടെമ്പററി ആയിട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരാ. ഇവരെ നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നാ പറയാ. സെക്ഷൻ 10 പ്രകാരം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. സോ കോമൾ ഈസ് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഷീ cannot exercise the option to pay under composition. That's it. MSPL has 2 branches. One is located in Rajasthan and another is in Delhi. രാജസ്ഥാൻ ബ്രാഞ്ച് നോർമൽ സ്കീം എടുത്തു, മറ്റേവര് കോമ്പോസിഷൻ എടുക്കാൻ നോക്കുകയാണ്. കോമ്പോസിഷൻ സ്കീം പ്രകാരം ഒരു പാനിന്റെ അണ്ടറിലുള്ള എല്ലാ രാജ്യത്തിനകത്തുള്ള എല്ലാവരും ഒരാള് കോമ്പോസിഷൻ സ്കീമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കോമ്പോസിഷൻ എടുക്കണം എന്നാണ്. ഇവിടെ രാജസ്ഥാൻ ബ്രാഞ്ച് നോർമൽ ആണ് എടുത്തിരിക്കുന്നത്. ഡൽഹി കോമ്പോസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഒരാൾ എടുത്താൽ എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് പറയാം. വൺ രജിസ്റ്റേർഡ് പേഴ്സൺ സെയിം പാനിൽ ഡിഫറെന്റ് സ്റ്റേറ്റുകളിൽ വേറെ രജിസ്ട്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ opt for the composition scheme unless all such registered person opt to pay under the composition scheme. Accordingly, in the instant case, it is not possible to opt for the composition scheme for the Delhi branch. Only if the company wants to pay tax under composition scheme, it will be have to opt for the same for all branches. എല്ലാത്തിലും ഒന്നാക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആള് മാറ്റിയിട്ട് കോമ്പോസിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കോമ്പോസിഷൻ എടുക്കും. ദാറ്റ്സ് ഇറ്റ്. എളുപ്പമല്ലേ? സെക്ഷൻ 10 റിവൈസ് ചെയ്യുക. അതിലുള്ള പോയിന്റുകളാണ്. കാഷ്വൽ ടാക്സബിൾ പേഴ്സണ് കിട്ടില്ല, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടില്ല, ഐസ്ക്രീം, പാൻ മസാല, കാർബോഹൈഡ്രേറ്റഡ് വാട്ടർ അവർക്കുള്ളവർക്ക് കിട്ടില്ല. ആൻഡ് വേറെ ഏതാ പറഞ്ഞിരിക്കുന്നത്? എക്സിബിഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അരുണാചൽ പ്രദേശ് നമ്മളുടെ ആ സ്റ്റേറ്റുകളിൽ 75 lakhs ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ സിംഗിൾ പാനിൽ ഒരു പാനിലുള്ള എല്ലാ രജിസ്ട്രേഷനും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്തെടുത്തേ പറ്റൂ? ഒരാൾ കോമ്പോസിഷൻ ആണെങ്കിൽ എല്ലാവരും കോമ്പോസിഷൻ എടുത്തേ പറ്റുള്ളൂ. നോർമൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇല്ലസ്ട്രേഷൻ 9. ഓക്കെ. Mr. Kamal is running a consultancy firm and also ready-made garment showroom in Kolkata registered in the same PAN. Turnover of the showroom is 80 lakh and consultancy 20 lakh in the financial year 23-24. Previous year 23-24 80 ലക്ഷം ഗാർമെന്റ് എന്നും 20 ലക്ഷം കൺസൾട്ടൻസി എന്നും കിട്ടിയിട്ടുണ്ട്. ആൾക്ക് ഈ വർഷം 24-25 കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കണ്ടീഷൻ നോക്കേണ്ടത് ടേൺ ഓവർ ടോട്ടൽ 1 കോടിയേ ഉള്ളൂ. 1.5 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാം. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഈ കോമ്പോസിഷൻ സ്കീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സിനാണ് കോമ്പോസിഷൻ സ്കീം എടുത്തതെന്നുണ്ടെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യണതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 5 lakh അല്ലെങ്കിൽ 10% ഓഫ് ദി ടേൺ ഓവർ ഓഫ് ദി പ്രീവിയസ് ഇയർ whichever is higher. ഇതുവരെ നമുക്ക് സർവീസ് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 10% ഓഫ് ദി പ്രീവിയസ് ഇയർ ടേൺ ഓവർ. പ്രീവിയസ് ഇയർ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 കോടിയാണ്. 80 ലക്ഷം പ്ലസ് 20 ലക്ഷം. 1 കോടിയുടെ 10%. 10 ലക്ഷം വരെ സർവീസ് സപ്ലൈ ചെയ്യാം. ഓർ 5 ലക്ഷം whichever is higher. അപ്പോൾ 10 ലക്ഷം വരെ മാത്രമേ സർവീസ് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2024-25 കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആവും. രണ്ടാമത്തെ, is it possible for Mr. Kamal to opt for the composition scheme only for the showroomന് വേണ്ടി മാത്രം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം ഇത് ശരിയാണോ നോക്കാം. നേരത്തെ ഈസ് എലിജിബിൾ ഫോർ ദി കോമ്പോസിഷൻ ലെവി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓക്കെ. 24-25 10 ലക്ഷം വരെ ആവാൻ പാടുള്ളൂ. സെയിം പോയിന്റ്, 10 ലക്ഷം വരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആസ് പെർ പ്രൊവിഷോ 10(2) പ്രകാരം where more than one registered person has the same PAN, where more than one registered person has the same PAN, the registered person shall not be eligible for opt for composition scheme unless all the such registered person opted to pay under the composition scheme. നമ്മൾ മുകളിൽ പഠിച്ചതുപോലെ ഈ മൾട്ടിപ്പിൾ
കേസസ് വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സോ മൾട്ടിപ്പിൾ സ്റ്റേറ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാനിലുള്ള എല്ലാവരും കോമ്പസിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് എലിജിബിൾ ആവുള്ളൂ. ഈ കേസിൽ ഇൻ ദി ഇൻസ്റ്റന്റ് കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഓപ്റ്റ് ഫോർ കോമ്പസിഷൻ സ്കീം ഫോർ ഷോറൂം ഓൺലി. ഷോറൂമിന് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൽ പ്ലേസ് എവിടേക്കാ? കൺസൾട്ടൻസി ഫേമും റെഡിമെയ്ഡ് ഗാർമെന്റും ഉണ്ട്. കൊൽക്കത്തയിലാണ്. എല്ലാം ഒരേ പാനലാണ്. ഒരേ പാനലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ നമുക്ക് ഒരേ സ്കീം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെയാണ് ഇന്ത്യക്ക് ഉള്ളിൽ സ്റ്റേറ്റിനുള്ളിൽ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പാനൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അതർവൈസ് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. നോർമൽ വേണമെങ്കിൽ എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 9 കോമ്പോസിഷൻ സ്കീമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. 10 നോക്കാം. മിസ്റ്റർ വി വാസ് ഫോളോയിങ് ദി കോമ്പോസിഷൻ സ്കീം ഡ്യൂറിംഗ് ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. ഫോർ ദി ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് കറന്റ് ഫിനാൻഷ്യൽ ഇയർ ഹി ഗിവ്സ് യു ദി ഫോളോയിങ് ഡാറ്റ. കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ മാനുഫാക്ചർഡ് ഗുഡ്സ് ഉണ്ട്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ട്രേഡിംഗ് ഗുഡ്സ് ഉണ്ട്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ സർവീസ് ഉണ്ട്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഓക്കെ, റേറ്റ് ഓഫ് GST ഇതിന് 0 റേറ്റഡ് ആണ്, എക്സ്പോർട്ടാണ്. ടാക്സ് ലൈബിലിറ്റി എക്സാമിനൊന്നും ഈ ക്വസ്റ്റ്യൻ വരുന്നു വിചാരിക്കരുത്. ചുമ്മാ കോൺസെപ്റ്റ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഇതിന് 18% വരും. അടുത്ത ഇൻട്രസ്റ്റ് റേറ്റിന് 18% വരും. അടുത്ത ഇൻട്രസ്റ്റ് റേറ്റിന് 18% വരും. എക്സ്പോർട്ടിന് ടാക്സ് വരില്ല, പ്രൊവൈഡഡ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഹാസ് ബീൻ ഗിവൺ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അലൗഡ് ആസ് 0 റേറ്റഡ് സപ്ലൈ. 0 റേറ്റഡ് സപ്ലൈ ആണെന്ന് വിചാരിക്കുക. സോ ബാക്കിയുള്ള മൂന്നെണ്ണത്തിന് 20 + 40 + 10 20 40 60 10 70 ലക്ഷത്തിന് CGST 9%, SGST 9%. ദാറ്റ്സ് ഇറ്റ്. ഇനി കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 കോടിക്ക് താഴെയാണ്. പക്ഷെ ഇവർക്ക് എക്സ്പോർട്ട് ഉള്ളത് കാരണം നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, കോമ്പോസിഷൻ എടുക്കാൻ പറ്റില്ല. സോ ഡയറക്ട്ലി നമ്മൾ ഏത് തന്നെ അപ്ലൈ ചെയ്യണം? 9%, 9%, CGST 9, SGST 9. ദാറ്റ്സ് ഇറ്റ്. 630 630. എക്സ്പോർട്ട് ടേൺ ഓവർ ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. നല്ല നല്ല ക്വസ്റ്റ്യൻ അല്ലേ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോകുന്നുണ്ട്. എക്സാമിന് പലതും വരില്ല, പക്ഷെ നിങ്ങൾക്ക് പ്രൊവിഷൻസ് റിവൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനാണുള്ള വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് എക്സാമിന് ചോദിക്കണ ക്വസ്റ്റ്യൻസ് അവർ ഉദ്ദേശിക്കുന്നില്ല. DT പക്ഷേ റേഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു DT ചെയ്യാൻ. GSTയിൽ ഒരുപാട് ബേസിക് ആയി പോയോന്ന് ഡൗട്ട് ഉണ്ട്. മേ ബി നിങ്ങൾക്കാണോ ബേസിക്, അത് എനിക്ക് തോന്നുകയാണോ എന്ന് എനിക്കറിയില്ല. ഇഫ് യു ആർ ഫീലിംഗ് ദീസ് ആർ ഗുഡ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫൈൻ. ഓക്കെ, ആ ലെവലിൽ ചോദിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് റിവൈസ് ചെയ്തിട്ട് പോകാം. പറഞ്ഞ സ്ഥിതിക്ക് വർക്ക് ബുക്കിലുള്ള 36 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകാം. നമുക്ക് ചെയ്യാലോ. 11 നോക്കാം. വി ലിമിറ്റഡ്, എ മാനുഫാക്ചറിംഗ് കൺസേൺ ലൊക്കേറ്റഡ് ഇൻ ചെന്നൈ ഹാസ് ഓപ്റ്റഡ് ഫോർ ദി കോമ്പോസിഷൻ സ്കീം. മാനുഫാക്ചറിംഗ് കൺസേൺ ആണ്, കോമ്പോസിഷൻ സ്കീം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% അടക്കേണ്ടി വരും. ദെൻ ഡിറ്റർമൈൻ ദി ടാക്സ് പേയബിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ 5% ഉള്ളത് 20 ലക്ഷം ഉണ്ട്. ഈ പെർസെൻറ്റേജ് ഒക്കെ വിടും. കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1% ഉള്ളൂ. ഈ 20 ലക്ഷത്തിന് 1%. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് Y 1% വരും. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് Y നില്ലെന്നും കോമ്പോസിഷൻ ആണെങ്കിൽ 1% ഈ നിൽ റേറ്റിന് പോലും വരും. കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ റേറ്റുകളൊന്നും നമുക്ക് ബാധകമല്ല. ഇവൻ ദോ നില്ലാണെങ്കിൽ പോലും വി ഹാവ് ടു പേ GST at the rate of 1%. 0.5% CGST, 0.5% SGST. ഇതിന് ടാക്സ് വരും. ഹോൾലി എക്സംപ്റ്റിന് 16,40,000. ഇവൻ ദോ എക്സംപ്റ്റ് ആണെങ്കിൽ പോലും അതിന് എന്ത് വരും? 1% വരും. ഇതാണ് പ്രശ്നം. കോമ്പോസിഷൻ സ്കീം എടുത്തു കഴിഞ്ഞാൽ ഇവൻ ദോ 0 റേറ്റഡ് ആണെങ്കിലും ശരി, 0 റേറ്റഡ് എന്ന് ഉദ്ദേശിച്ചത് നിൽ റേറ്റഡ് ആണെങ്കിലും ശരി, 0 റേറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടോ, നിൽ റേറ്റഡ് ആണെങ്കിലും ശരി, എക്സംപ്റ്റഡ് ആണെങ്കിലും ശരി, ഇത് GSTയുടെ പരിധിയിൽ വരും. ഇതിനും നമ്മൾ 1% കൊടുക്കണം. ഇപ്പം എല്ലാം പറഞ്ഞതേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ഒന്നും എക്സാം റേഞ്ച് പോരാന്ന്. ഇതൊക്കെ മേ ബി ട്രിക്കി ആയിട്ട് വല്ല എവിടെയെങ്കിലും കയറി വരാം. എക്സംപ്റ്റഡിന് കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. നോട്ട് ചെയ്ത് വെച്ചാൽ എവിടെയെങ്കിലും. ഓക്കെ, വിട്ടുപോകും. ഇത് നിങ്ങൾ എക്സംപ്റ്റഡ് അല്ലെ, കോമ്പോസിഷനിലും എക്സംപ്റ്റഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. വാല്യൂ ഓഫ് ഇൻട്രാസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് 5%. ഇത് നമ്മൾ സർവീസ് റിസീവ് ചെയ്തതിന് ഇൻവേർഡ് സപ്ലൈ വന്നതിന് RCM വരുന്ന കേസാണ്. RCMന് 5% തന്നെ നമ്മൾ പേ ചെയ്യണം. ഇവൻ ദോ കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ പോലും RCM ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് തന്നെ പേ ചെയ്യണമെന്ന് സെക്ഷൻ 10 തന്നെ പറയുന്നുണ്ട്. സോ ഈ 12 ലക്ഷത്തിന് നമ്മൾ 5% തന്നെ പേ ചെയ്യണം. ബാക്കിയുള്ള മൂന്നെണ്ണത്തിന്, ഇവൻ നിൽ റേറ്റഡിനും അതേപോലെ തന്നെ മറ്റേ എക്സംപ്റ്റഡിനും എല്ലാത്തിനും 0.5 എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യണം. ഇവിടെ നോക്കിക്കാം, 20, 13, 18, 16, 40 കണ്ടോ? എക്സംപ്റ്റഡിനടക്കം നമ്മൾ പെർസെൻറ്റേജ് കണക്കാക്കുന്നുണ്ട്. ടോട്ടൽ 67, 40ന് 0.5 കണക്കാക്കി.
അതേപോലെ തന്നെ മറ്റേതിന് 2.5 5% 12 ലക്ഷത്തിന് അത് കറക്റ്റ് തന്നെ അടയ്ക്കണം. അത് ഇങ്ങോട്ട് വരുന്നതാണ്. നമുക്ക് സപ്ലൈ ചെയ്യുന്നതിനാണ് 1%. ഇങ്ങോട്ട് വരുന്നതിന് നമുക്ക് ഇതെടുക്കാം. ആൻഡ് ടാക്സ് ലൈബിലിറ്റി ടോട്ടൽ ഈ 33,700 പേ ചെയ്യണം, ഈ 30,000 പേ ചെയ്യണം. ടോട്ടൽ 63,700 63,700 എന്ന് പറഞ്ഞിട്ട് പേ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. 67,40,000 1%ഉം 12 ലക്ഷത്തിന്റെ 5%. 6ഉം 67,40 1%. 67,40 1% എന്ന് പറയുമ്പോൾ 67,400 67,400 പ്ലസ് 60,000 1,00,000 വട്ടവർ. കാൽക്കുലേറ്റർ ഇല്ല, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 11. മനസ്സിലാക്കേണ്ടത് ഏതാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? എക്സംപ്റ്റഡ് ആയിട്ടുള്ളതിന് കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് വരും, നിൽ റേറ്റഡിന് വരും, RCMന് RCMന്റെ റേറ്റ് തന്നെ വരും. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എക്സാം ഒരു ട്രിക്കി ലെവലൊക്കെ വരൂ എന്ന് അപ്പോഴേക്കും വന്നു. അടുത്ത ക്വസ്റ്റ്യൻ 12. ഇനി ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോമ്പോസിഷൻ സ്കീമിന്റെ ആ റേറ്റിന്റെ കൺഫ്യൂഷൻ മൊത്തമായിട്ട് മാറിക്കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തതിൽ മാനുഫാക്ചറിങ് കൺസേൺ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് 2 രീതിയിലും ചെയ്യാൻ പറയുന്നുണ്ട്. ഈ കോമ്പോസിഷൻ സ്കീം ആസ് എ മാനുഫാക്ചർ ആണെങ്കിൽ എങ്ങനെയാണ്, ട്രേഡർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ വ്യത്യാസം എന്താ? നമ്മളുടെ റേറ്റിന്റെ കാര്യത്തിൽ പറയുമ്പോൾ മാനുഫാക്ചറുടെ കാര്യത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു എക്സംപ്റ്റഡോ അല്ലെങ്കിൽ നിൽ റേറ്റഡോ ആണെങ്കിൽ പോലും ടാക്സബിൾ ആണെന്ന് പറഞ്ഞു പ്രീവിയസ് കേസിൽ. ഈ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാ ടാക്സബിലിറ്റി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ ടേൺ ഓവറിന്റെ 1% ആണ്. ഇത് ശ്രദ്ധിക്കണേ. ടാക്സബിൾ ടേൺ ഓവറിന്റെ 1% ആണ് ടാക്സബിൾ വരിക. മാനുഫാക്ചർ ആയത് കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ മാനുഫാക്ചറിങ് കൺസേൺ ആദ്യം റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈ എക്സംപ്റ്റഡും ഇതൊക്കെ ടാക്സബിൾ ആവുമായിരുന്നു. ഇവിടെ ട്രേഡർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് എക്സംപ്റ്റഡ് ആയി പോകും. എക്സംപ്റ്റഡിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ താഴെയുണ്ട്. നമുക്ക് നോക്കാം. എസ് ലിമിറ്റഡ് ഓഫ് ഭോപ്പാൽ ഹാവിംഗ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് 1,15 lakh ഇൻ ദ പ്രീവിയസ് ഇയർ 23-24 ഹാസ് ഓപ്റ്റഡ് ഫോർ ദി കോമ്പോസിഷൻ സ്കീം. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഇതിന് 1% വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. 5%, 0%, 5%. ഇൻട്രസ്റ്റ് ഏൺഡ് മൊത്തത്തിൽ എക്സംപ്റ്റഡ് ആണ്, അത് വരില്ല. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ വിച്ച് ആർ എക്സംപ്റ്റ്, പിന്നെ ഒരു 5% RCM ഉണ്ട്, റിവേഴ്സ് ചാർജ് ഉണ്ട്, പിന്നെ 12% ഫോർവേഡ് ചാർജ് ഉണ്ട്. ഇവർ പറയുന്നത് മാനുഫാക്ചർ ആണെങ്കിൽ എങ്ങനെയാണ്, ട്രേഡിംഗ് ആണെങ്കിൽ എങ്ങനെയാണെന്നാണ്. ആകെയുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ ഓൾ ടേൺ ഓവറിന്റെ ഫുൾ ടേൺ ഓവറിന്റെ 1% വരും. ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ടേൺ ഓവറിന്റെ 1%. ഇതാണ് മേജർ ഡിഫറൻസ്. ടാക്സബിൾ ടേൺ ഓവർ. ഓക്കെ, ഓരോന്നോരോന്നായി നോക്കാം. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ചാർജബിൾ അറ്റ് 5%. രണ്ട് കേസിലും 1% ടാക്സബിൾ ആവും. ചാർജബിൾ ടു 0%. മാനുഫാക്ചറിങ്ങിന് 1% ടാക്സബിൾ ആവും. ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആവില്ല. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ സർവീസ് 5%. നമുക്ക് ആ 5 ലക്ഷം വരെ അല്ലെങ്കിൽ ടേൺ ഓവറിന്റെ 10% വരെ സപ്ലൈ ചെയ്യാന്നുണ്ടല്ലോ. 1,15,00,000 ടേൺ ഓവർ. ഇതിന്റെ 10% വരെ നമുക്ക് സപ്ലൈ ചെയ്യണതിന് തടസ്സമില്ല. 11,50,000 വരെ സപ്ലൈ ചെയ്യണതിന് തടസ്സമില്ല. സോ 6 ലക്ഷം. ഇതിന് നമുക്ക് എത്ര പെർസെന്റേജ് കൊടുത്താൽ മതി? 1% കൊടുക്കണം. രണ്ട് കേസിലും ടാക്സബിൾ ആവും. ഇൻട്രസ്റ്റ് രണ്ട് കേസിലും ടാക്സബിൾ ആവില്ല. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ വിച്ച് ആർ എക്സംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ്ങിന് ടാക്സബിൾ ആവും, ട്രേഡർക്ക് ടാക്സബിൾ ആവില്ല. ഇൻവേർഡ് സപ്ലൈ രണ്ടുപേർക്കും RCMൽ ടാക്സബിൾ ആവും, കോമ്പോസിഷൻ സ്കീമിൽ കണക്കാക്കണ്ട, 5%-ൽ തന്നെ ടാക്സബിൾ ആവും. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് 12% എന്ന് പറയുന്നുണ്ട്, രണ്ടുപേർക്കും ടാക്സബിൾ ആവും. സിമ്പിൾ. ഓക്കെ, അപ്പോ 5% എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ടാക്സബിൾ ആയി. 0% എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആൾക്കില്ല. 5% എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ടാക്സബിൾ ആയി. സർവീസ് ആണ്. ഇൻട്രസ്റ്റ് രണ്ടുപേർക്കും ടാക്സബിൾ അല്ല. എക്സംപ്റ്റഡ് ആണെങ്കിൽ മാനുഫാക്ചർക്ക് മാത്രം, ട്രേഡർക്ക് വരില്ല. RCM ആണെന്നുണ്ടെങ്കിൽ കോമ്പോസിഷന്റെ ടാക്സബിലിറ്റി കണക്കാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ RCMൽ സെപ്പറേറ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ കണക്കാക്കും. 5% ടാക്സബിലിറ്റി തന്നെ വരും. നമ്മൾ താഴെ കണക്കാക്കിയിട്ടുണ്ടാവും. എമൗണ്ട് എത്രയാ? 5 ലക്ഷത്തിന്റെ രണ്ടുപേർക്കും ടാക്സബിൾ ആവും. 5 ലക്ഷത്തിന്റെ 5% രണ്ടുപേരിലും ടാക്സ് ചെയ്യണം. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ P 12% എന്ന് പറയുന്നുണ്ട്. കോമ്പോസിഷൻ സ്കീമിൽ തന്നെയാണ് ടാക്സ് ചെയ്യുക. 1% 18. ടോട്ടൽ 74, ഇവിടെ 44. ഇവിടെ ഒഴിവാക്കിയത് ഏതാ? 0 റേറ്റഡ് ഉള്ളതിനെയും എക്സംപ്റ്റ് ആയതിനെയും നമ്മൾ ഒഴിവാക്കി. അപ്പൊ നമുക്ക് 44 വന്നുള്ളൂ. ഇവിടെ 74 വന്നു. അത് രണ്ടും എത്രയാ? 0 ഒരു 28 ഉണ്ട്, എക്സംപ്റ്റ് 2 ഉണ്ട്. ആ 30 ലക്ഷത്തിന്റെ വ്യത്യാസമാണ് അവിടെ ഇവിടെ ആയിട്ട്.
ഇതിന്റെ 1%. CGSTയും SGSTയും CGSTയും SGST. ക്ലിയർ? RCMൽ അതേപോലെ 5 ലക്ഷവും 5 ലക്ഷം, അത് രണ്ടുപേർക്കും ടാക്സബിൾ ആവും. 5%-ൽ തന്നെ ടാക്സബിൾ ആവും, രണ്ടും വരും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ടാക്സ് ലൈബിലിറ്റി കണക്കാക്കും. എങ്ങനെ കണക്കാക്കും? 37 + 37, ഇവിടെ അതേപോലെ 12,500 + 12,500, CGSTയും SGST. അവിടെ അതേപോലെ 22 + 22ഉം 12,500 + 12,500 ഫുള്ള് ടാക്സബിൾ. ദെൻ how shall your answer differ if aggregate turnover of the financial year 23-24 was only 45 ലക്ഷം? കഴിഞ്ഞ വർഷം 45 ലക്ഷം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 4.5 ലക്ഷം അല്ലെങ്കിൽ 5 ലാക്ക് വരെ സർവീസ് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ? ഇവിടെ നമ്മൾ സർവീസ് എത്ര സപ്ലൈ ചെയ്തിട്ടുണ്ട്? സർവീസ് ഇൻട്രസ്റ്റ് ഒഴികെ, ഇൻട്രസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അതൊഴികെ ബാക്കിയുള്ള സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ സർവീസ് എന്ന് പറഞ്ഞ് 6 ലക്ഷം സപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര മാക്സിമം ചെയ്യാൻ പാടുമായിരുന്നുള്ളൂ? 4.5 ലക്ഷം വരെ ചെയ്യാൻ പാടുമായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ എത്ര ചെയ്തു? 6 ലാക്ക് ചെയ്തു. സോ ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ അതാത് റേറ്റിൽ തന്നെ ടാക്സബിൾ ആവും. അതാണ് പോയിന്റ് എഴുതേണ്ടത്. മാക്സിമം 4.5 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം വരെ പറ്റുള്ളൂ. വിച്ച് ഈസ് ഹയർ, എന്നാണല്ലോ, സോറി 4.5 അല്ല, 5 വരെ ചെയ്യാം. ഞാൻ പെർസെൻറ്റേജ് മാത്രം കണക്കാക്കി. 4,50,000 or 5 lakh, whichever is higher, still eligible അല്ല. 5 ലാക്കിനേക്കാൾ മുകളിലാണ് 6 ലാക്ക്. സോ ദേ ആർ നോട്ട് എലിജിബിൾ. ടാക്സ് എങ്ങനെ കണക്കാക്കും? ഡയറക്ട്ലി അതിന്റെ പെർസെൻറ്റേജ് എടുത്ത് കണക്കാക്കുക. 0ക്ക് വരില്ല. 5% കണക്കാക്കുക. ഇൻട്രസ്റ്റിന് എന്തായാലും ടാക്സ് ഇല്ല. എക്സംപ്റ്റഡിന് ടാക്സ് ഇല്ല. 12%-ന് 12% തന്നെ കണക്കാക്കുക. അതിന് പുറമെ ഇൻവേർഡും കണക്കാക്കി ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി കണക്കാക്കുക. ലൈബിലിറ്റി റിമെയിൻസ് സെയിം വെദർ ദ കമ്പനി ഈസ് എ മാനുഫാക്ചറർ ഓർ ട്രേഡർ. എന്തുകൊണ്ടാ? കോമ്പോസിഷൻ സ്കീമിലാണ് മാനുഫാക്ചർക്ക് വേറെ ട്രേഡർക്ക് വേറെ എന്ന് പറഞ്ഞ് 1% ഇതിനൊക്കെ വരുന്ന കണക്കാക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ നോർമലി കണക്കാക്കണം. കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ദേ ആർ ലയബിൾ ടു പേ ടാക്സ് ആസ് പെർ ദി റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ: മാനുഫാക്ചറുടെയും ട്രേഡറുടെയും ടേൺ ഓവറിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. 1% എടുക്കുന്നത് മാനുഫാക്ചർക്ക് 1% ഓഫ് ഹോൾ ടേൺ ഓവറും അഗ്രിഗേറ്റ് ടേൺ ഓവറും, ഈ സ്റ്റേറ്റ് ഹോൾ ടേൺ ഓവറും, പിന്നെ ട്രേഡർക്ക് എടുക്കുന്നത് ടാക്സബിൾ ടേൺ ഓവറുമാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. 12 കഴിഞ്ഞു. 13 നോക്കാം. ഓക്കെ, സ്റ്റേറ്റ് ദി പേഴ്സൺ ലയബിൾ ടു പേ GST in each of the following independent cases assuming the recipient is located in taxable territory. Legal fees received by Mr. Kamal, a senior advocate. Okay, section 9 RCM ആണ് ചോദിക്കുന്നത്. From Messrs. MSPL having turnover of 75 lakh in the preceding financial year. സീനിയർ അഡ്വക്കേറ്റിന് പേയ്മെന്റ് കിട്ടുകയാണ്. ഒരു ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരു ബിസിനസ് ആണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇറ്റ് വിൽ കം അണ്ടർ RCM. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ആര് ടാക്സ് അടക്കേണ്ടി വരും? MSPL ടാക്സ് അടക്കേണ്ടി വരും. ഫസ്റ്റത്തെ പോയിന്റ് അതല്ലേ? ടാക്സബിൾ ടെറിട്ടറീസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. MSPL ബിസിനസ് എൻറ്റിറ്റി. MSPL being recipient of service is liable to pay GST under reverse charge mechanism. That's it. മിസ്റ്റർ പരാഗ് ആൻഡ് അൺരജിസ്റ്റേർഡ് ഓതർ. അതായത് ഈ അൺരജിസ്റ്റേർഡ് എന്ന് പറയാൻ കാരണം ഓതേഴ്സിന് വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അവരെടുക്കാത്തത് കാരണം RCMന്റെ കേസ് തന്നെയാണ്. ഓതർ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ ബുക്ക് ആരെങ്കിലും, ബുക്കിന്റെ ആയിരിക്കും, ബാക്കി നോക്കാം. റിസീവ്ഡ് 10 lakh ആസ് കൺസിഡറേഷൻ ഫ്രം മെസേഴ്സ് ലോ പോയിന്റ് പബ്ലിക്കേഷൻ ഫോർ ദി സപ്ലൈ ഓഫ് സർവീസസ് by way of the temporary transfer of copyright covered under section 13(1)(a). അതായത് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് അങ്ങോട്ട് കൊടുത്തു. ആ പബ്ലിക്കേഷൻ ആണ് അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ സർവീസ് അവർക്ക് എന്ത് കിട്ടി? ഈ പേറ്റന്റ് ഉപയോഗിക്കാനുള്ള കോപ്പിറൈറ്റിന്റെ അവകാശം കിട്ടി. ദിസ് വിൽ കം അണ്ടർ RCM. ഇത് ശരിക്കും ആര് ചെയ്യേണ്ടതാ? മെസ്സേഴ്സ് ലോ പോയിന്റ്. അവർക്കാണ് സർവീസ് കിട്ടിയിരിക്കുന്നത്, കോപ്പിറൈറ്റ് ഉപയോഗിക്കാനുള്ള സർവീസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് so service recipient is liable to pay tax. രണ്ടാമത്തെ കേസിൽ കോപ്പിറൈറ്റ് പ്രൊവൈഡഡ് ബൈ സബ്ജക്ട് ടു മെസ്സേഴ്സ് ലോ പോയിന്റ് പബ്ലിക്കേഷൻ ആർ ലയബിൾ ടു പേ GST അണ്ടർ RCM. മിസ്റ്റർ രാഹുൽ, ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, മെസ്സേഴ്സ് MSPL receives 2 lakh as a sitting fee from the company. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി റിവേഴ്സ് ചാർജിൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, കമ്പനിക്കാണ് ഇതിന്റെ ലൈബിലിറ്റി വരിക. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി എംപ്ലോയർ എന്നല്ല എന്ന് പറയുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. ഡി, മിസ്റ്റർ ഡിബേഷ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സംവാട്ട് ഈക്വൽ ടു എംപ്ലോയർ റിലേഷൻഷിപ്പ്.
ആരാ എംപ്ലോയർ? കമ്പനിയാണ് എംപ്ലോയർ, ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എംപ്ലോയി ആണ്. റിസീവ്സ് 12 lakh ആസ് എ റെമ്യൂണറേഷൻ ഫ്രം ദി കമ്പനി. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരും. ഷെഡ്യൂൾ 3 പ്രകാരം ഇത് സപ്ലൈ ഓഫ് സർവീസേ ആവില്ല. സോ ഇതിന് RCM വരില്ല, FCM വരില്ല. ദെൻ ഇത് ഷെഡ്യൂൾ 3 ഡസ് നോട്ട് ലൈബിൾ ഫോർ GST. ദാറ്റ്സ് ഇറ്റ്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? പോയിന്റ് ഓർമ്മ വന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, രജിസ്റ്റേർഡ് അല്ലാത്ത ഓതർ, സീനിയർ അഡ്വക്കേറ്റ്. ഇതാണ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീരുന്നുണ്ട്, നല്ല രസമുണ്ട്, നോക്കാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 14. എക്സാമിൻ വെദർ GST is exempted from the following independent supply of services. Charitable trust provides free healthcare services to terminally ill people. The trust incurs an expense of 50 lakh on providing these services in an year. Normally ഈ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്. ട്രസ്റ്റ് ടെർമിനലി ഇൽ പീപ്പിളിന് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് എക്സം. സെക്ഷൻ 11. Private university collects tuition fees amounting to 2 crore 20 lakh in a financial year for its undergraduate programs. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്, റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫീസ് കളക്ട് ചെയ്യുന്നതിന് എക്സംഷൻ ഉണ്ട്. ഇത് പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, യൂണിവേഴ്സിറ്റി ആണ്. സോ വിച്ച് ഈസ് എക്സംപ്റ്റ്. എക്സംഷൻ ഒക്കെ ഒരുപാട് എക്സംഷൻ ഉണ്ട്, മോർ ദാൻ 155 എക്സംഷൻസ് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് റഫ്ലി ഒന്ന് വായിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതിലാകെ 3-4 ഉള്ളൂ, ഇത് സിമ്പിൾ ആണ്, പറഞ്ഞു എന്ന് മാത്രം. എ ഫാർമർ സെൽസ് ഫ്രഷ് വെജിറ്റബിൾസ് വർത്ത് 20 lakh ടു എ ലോക്കൽ മാർക്കറ്റ്. ഫ്രഷ് വെജിറ്റബിൾ ഫാർമർ സെല് ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണ്. എ മുനിസിപ്പൽ കോർപ്പറേഷൻ സെൻസ് 2 crore ഓൺ സാനിറ്റൈസേഷൻ സർവീസസ് ഇൻ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. എടാ, ഈ കോൺസ്റ്റിറ്റ്യൂഷന് പവർ കിട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. നഗരസഭകൾ, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, അതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവർ ചെയ്യുന്ന സർവീസ് ഒന്നും GSTയുടെ പരിധിയിൽ വരില്ല. സോ ഇതിൽ പറഞ്ഞ 4 എണ്ണവും എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, 14 കഴിഞ്ഞു. 15 നോക്കാം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 15. Pink Sugar Limited, Chennai, a registered supplier, is manufacturing chocolates and biscuits. It provides the following details of taxable interstate supply made by it for the month of October. Value of supply കണ്ടുപിടിക്കാനാണ്, നോക്കാം. ലിസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 12,40,000. ഐറ്റംസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ഇൻ ദി പ്രൈസ് ഗിവൺ എബവ് എന്ന് പറയുന്നത് സബ്സിഡി 2 എണ്ണം. ഒന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയും പിന്നൊന്ന് വേറെ ഏതൊരു അസോസിയേഷൻ തന്നൊരു സബ്സിഡിയും. ഇത് ഓൾറെഡി ഇതിൽ അഡ്ജസ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫിഗറും ഓൾറെഡി ഇതൊന്ന് മൈനസ് ആണ്. 12,40,000 എന്ന് പറയുന്നത് ഈ 2,40,000 60,000 ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറാണ്. പക്ഷെ വാല്യൂ ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് തന്ന സബ്സിഡി മാത്രമേ വാല്യൂ ഒന്ന് കുറയ്ക്കാൻ സമ്മതിക്കുള്ളൂ. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ തന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണം, പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ ഇതിൽ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ 12,40 നമുക്ക് ഈ 60 മൈനസ് ചെയ്യാൻ സമ്മതിക്കില്ല. തിരിച്ച് ഈ 60 നമ്മൾ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണം. പ്രൊവിഷൻ ആലോചിക്കുക. ഇനി താഴെ പറയുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാത്തത് ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി, ഇതൊക്കെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് തന്നെയാണ്. 12,40 കൂടെ 48,000 ആഡ് ചെയ്യണം. ടാക്സ് ലെവി, ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട്. പാക്കിംഗ് ചാർജ് ഇൻസിഡന്റൽ ആക്ടിവിറ്റി ആണ്, നമ്മളത് കൊണ്ടുപോകുമ്പോൾ വരുന്ന എക്സ്പെൻസ് ആണ്. ദിസ് മസ്റ്റ് ബി ആഡഡ്. ലേറ്റ് ഫീ പേയബിൾ ബൈ ദി റെസിപ്പിയൻറ്റ് സപ്ലൈ ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് ഇൻവോയ്സ്. നമ്മൾ സാധനം വിറ്റു, അവൻ പൈസ തരാൻ വൈകിയതിന് വരുന്ന ചാർജ് ഒരു 5,000 രൂപ പറയുന്നുണ്ട്. യെറ്റ് ടു ബി റിസീവ്ഡ് എന്നാണ് പറയുന്നത്. ഈ സാധനം അവർ ശരിക്കും തരുന്ന സമയത്ത് ടാക്സ് ചെയ്താൽ മതി എന്നാണ്. ആ 5,000 കിട്ടുന്ന സമയത്ത് ടാക്സ് ചെയ്താൽ മതി എന്നേ പറയുന്നുള്ളൂ. സോ 5,000 ഇപ്പൊ വേണ്ട, ബാക്കിയുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ പ്രൊവിഷൻ പ്രകാരം 12,40 വരും, 60, 13 ലക്ഷം പ്ലസ് 48, 13,48 പ്ലസ് 24, 13,52, 13,72. ഫുൾ വാല്യൂ ഓഫ് സപ്ലൈ 13,72 ആയിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. നോട്ട് കൊടുക്കുക. ഈ 2,40 എന്താ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് ഇനി മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നോട്ട് കൊടുക്കുക. എല്ലാത്തിനും നോട്ട് പറയണം, ഇവിടെ എല്ലാത്തിനും നോട്ട് ഉണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ സെക്ഷൻ 15 കോട്ട് ചെയ്തിട്ട് വേണം ആൻസർ. ക്ലിയർ അല്ലേ? ഏതാ റിസീവ്ഡ് 13,72 കിട്ടി. ക്വസ്റ്റ്യൻ 16. ഓക്കെ, മിസ് സോനം, എ രജിസ്റ്റേർഡ് സപ്ലയർ ഇൻ കൊൽക്കത്ത, ഹാസ് പ്രൊവൈഡഡ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. സെയിം വാല്യൂ ഓഫ് സപ്ലൈ തന്നെയാണ്. പ്രൈസ് ഓഫ് ഗുഡ്സ് സപ്ലൈഡ് ഉണ്ട് 6 lakh. ടാക്സസ് അതർ ദാൻ GST, അതർ ദാൻ GST ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ടാക്സ്, ഫീസസ്, സെസ്, ഡ്യൂട്ടി, അതർ ദാൻ GST പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്യണം. ലെവിഡ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് 20,000 നമ്മൾ ആഡ് ചെയ്യണം. GST അഗൈൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
GST വരില്ല. സെക്ഷൻ 15 റെഫർ ചെയ്യുക. പാക്കിംഗ് എക്സ്പെൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ പോലെ ഇതിനെ ആഡ് ചെയ്യണം. 38 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്കൗണ്ട് ഓഫ് 1% ഓഫ് ദി പ്രൈസ് ഓഫ് ഗുഡ് സെപ്പറേറ്റ്ലി റെക്കോർഡഡ് ഇൻ ഇൻവോയ്സ്. സെക്ഷൻ 15 സബ്സെക്ഷൻ 3ാമത്തെ പാർട്ടിൽ പറയുന്നുണ്ട് ഡിസ്കൗണ്ട് ഇൻവോയ്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മൈനസ് ചെയ്യാൻ പറ്റും. സോ ഈ 6 ലാഖിന്റെ 1% എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. നോ ഇഷ്യൂ. സബ്സിഡി റിസീവ്ഡ് ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ എൻകറേജിംഗ് വുമൺ എന്റർപ്രണേഴ്സ്. താഴെ പറയുന്ന ഒന്നും പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറയുന്നത്. 10,000 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ ക്യാഷിനെ നമ്മൾ വാല്യൂവിൻ്റെ കൂടെ കാണിക്കണമെന്നാണ് ചോദിക്കുന്നത്. കാണിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് എക്സംപ്റ്റഡ്. എക്സംപ്റ്റഡ് എന്നല്ല, നമ്മൾ ആ പ്രൈസിൽ നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. സബ്സിഡി കിട്ടിയിരിക്കുകയാണ്. സോ ആ 10,000 നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല, 6 ലാഖിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ 6 ലാഖ് പ്ലസ് 20,000 പ്ലസ് 10,800 മൈനസ് 1% ഓഫ് ദി ലിസ്റ്റ് പ്രൈസ് 6,000 മൈനസ് ചെയ്യുക. 6 ലക്ഷം 20 10,800 6,000 മൈനസ് ചെയ്യുക 6,24,800. സെക്ഷൻ 15 സബ്സെക്ഷൻ 1, 15 സബ്സെക്ഷൻ 2, 15 സബ്സെക്ഷൻ 3 ഇതൊക്കെയാണ് ഒന്ന് റെഫർ ചെയ്യേണ്ടത്. റെഫർ ചെയ്യുന്നു വിചാരിക്കണം. ഓക്കെ. 16 കഴിഞ്ഞു. ഇനി ഏതാ 17. Miss Swapna Saha owns a commercial building which she let out to Urvi for the month of October 2024. She charges a rent of 25 lakh. Miss Saha pays the maintenance charge 2 lakh for the month of October as she charged by the local society. Okay. These charges have been reimbursed by the Urvi. Okay. ആരുടെയാ? സഹയുടെയാണ് ഇത്. ഊർവിക്കാണ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സഹ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കുന്നുണ്ട് ലോക്കൽ സൊസൈറ്റി. ഇത് ഊർവിയുടെ കയ്യിൽ നിന്ന് ടെനന്റിന്റെ കയ്യിൽ നിന്ന് ഇതിനെ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Urvi had given 5 lakh as interest-free refundable security deposit to Miss Saha. Further, Miss Saha has paid municipal tax of 3 lakh, which she has not been charged to Urvi. Okay. അതായത് സഹടയിലാണ് പ്രോപ്പർട്ടി, സഹടയാണ് ഓണർ. ഓണർ റെന്റ് എത്ര വാങ്ങിക്കുന്നുണ്ട്? 25 ലക്ഷം. അതിൻ്റെ കൂടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപ ഓണർ അവിടുത്തെ ലോക്കൽ അതോറിറ്റിക്ക്, ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സൊസൈറ്റിക്ക്, മറ്റേ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പോലെയുള്ള ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ടോട്ടൽ 25 രൂപ റെന്റായിട്ട് കിട്ടി. ഈ 2 ലക്ഷം രൂപ ഇവൻ ദോ ഓണറാണ് പേ ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ഇത് ടെനന്റിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപ ഊർവിയുടെ കയ്യിൽ നിന്ന് സഹ റിക്കവർ ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ അവരുടെ നിന്ന് എത്ര കിട്ടുന്നുണ്ട്? 27 ലക്ഷം രൂപ റെന്റും അതേപോലെ മെയിൻ്റനൻസും പറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതിന് പുറമെ 5 ലക്ഷം ഇൻട്രസ്റ്റ് ഫ്രീ റീഫണ്ടബിൾ സെക്യൂരിറ്റി ആയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിട്ട് 5 ലക്ഷം കിട്ടുന്നുണ്ട്. അത് GSTയുടെ പരിധിയിലൊന്നും വരില്ല, 5 ലാഖ് കൺസിഡർ ചെയ്യണ്ട. പിന്നെന്താ, ഓണർ മുനിസിപ്പൽ ടാക്സ് 3 ലക്ഷം പേ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് പേ ചെയ്തോട്ടെ. നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ? യു ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് സപ്ലൈ. കൊടുത്ത വീടിനെ നമുക്ക് തിരിച്ചു കിട്ടുന്ന പേയ്മെന്റ് എന്താണെന്ന് നോക്കിയാൽ മതി. ആ 3 ലക്ഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ക്ലെയിം ചെയ്യാന്ന് മാത്രം, ഇൻകം ടാക്സിൽ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് 25 ലക്ഷം രൂപ വാടകയും കിട്ടി, 2 ലക്ഷം രൂപ മെയിൻ്റനൻസും കിട്ടി. അത് റീഇംബേഴ്സ് ചെയ്തതാണ്. സോ ബോത്ത് ആർ ടാക്സബിൾ. 27 ലക്ഷം ടാക്സ് ചെയ്യണം. അതിന് പുറമെ ഈ 5 ലക്ഷം GST ലെവിയബിൾ അല്ല എന്ന് പറയണം. അതേപോലെ തന്നെ 3 ലക്ഷത്തിന് ഇവിടെ റെലവൻസ് ഒന്നും. റിക്കവർ ചെയ്തതാണെങ്കിൽ ടാക്സബിൾ ആവുമായിരുന്നു, റിക്കവർ ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ടോട്ടൽ ഏത് മാത്രമേ വരുള്ളൂ? 25 ലക്ഷവും ആഡ് റീഇംബേഴ്സ് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ അത് കൺസിഡറേഷൻ അല്ല, റെന്റ് അല്ല, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. മുനിസിപ്പൽ ടാക്സ് ഇതിന്റെ പരിധിയിൽ വരില്ല. ആൻഡ് റീഇംബേഴ്സ് ചെയ്യാത്തതുകൊണ്ട് അതും കണക്കാക്കില്ല. ടോട്ടൽ 27 ലക്ഷത്തിന് ടാക്സ് ചെയ്യാം. 17 കഴിഞ്ഞു. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ. 18. In the month of October, Sunny, a registered dealer in Tamil Nadu, supplies 1,000 pieces of product A, 400 per piece. 1000 പീസ്, ഒരു പീസിന് 400 രൂപ എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപ. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, 10% അലോ ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് അതൊക്കെ മൈനസ് ചെയ്യാൻ പറ്റും. സണ്ണി ചാർജസ് 17,500 ഫോർ പാക്കിംഗ് ആൻഡ് ഫ്രൈറ്റ് സെപ്പറേറ്റ്ലി. 17,500 ഇൻസിഡന്റൽ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇൻസ്പെക്ഷൻ ചാർജസ് 2,000 ഈസ് ബോൺ ബൈ സഹിൽ. സോ സണ്ണി ഈസ് ലൈബിൾ ടു പേ സച്ച് ചാർജസ്. അതായത് സണ്ണി സെല്ലറാണ്. സെല്ലർ പേ ചെയ്യേണ്ട ഒരു സാധനത്തിനെ ബയ്യറിനെ കൊണ്ട് പേ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഈ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇതും നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ പോയി 2,000 ആഡ് ചെയ്യണം.
Interest of 3,000 GST paid separately is charged by Sunny for delayed payment made by Sahil, which is paid by Sahil within October itself. അതായത് ഒരു 3000 രൂപ പേയ്മെന്റ് വൈകിച്ചതിന് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു, സണ്ണിയാണ് ചാർജ് ചെയ്തത്. സോ ആ ഡിലേഡ് പേയ്മെന്റിന്റെ ഇൻട്രസ്റ്റ് കൂടി ടാക്സബിൾ ആവും. ടോട്ടൽ എത്ര ടാക്സബിൾ ആവും? 1000 ഇൻറ്റു 400, 4 ലക്ഷം. ഇതിന്റെ കൂടെ 17,500 ആഡ് ചെയ്യുക, 2000 രൂപ ആഡ് ചെയ്യണം, 3000 രൂപ ആഡ് ചെയ്യണം, ട്രേഡ് ഡിസ്കൗണ്ട് 10%, 40,000 രൂപ എല്ലാം കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് സപ്ലൈ 4 ലക്ഷം പ്ലസ് 17,500 പ്ലസ് 2000 പ്ലസ് 3000 മൈനസ് 40,000 കഴിഞ്ഞു. ഓക്കെ, 18 കഴിഞ്ഞു. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ഇങ്ങനെ മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ 2-2.5 മണിക്കൂറിൽ തീരേണ്ട കഥയേ ഉള്ളൂ. ഒന്ന് നിങ്ങളെ ഒന്ന് ഏത് പ്രൊവിഷൻ റെഫർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ABC advertisers conceptualized and designed the advertising campaign for a new product launched by private limited for a consideration of 5 lakh. ABC advertisers owed 20,000 to one of its vendors in relation to advertising services provided by it to Jupiter Private Limited. Such a liability of ABC advertisers was discharged by Jupiter. അതായത് സെല്ലർ കൊടുക്കേണ്ടത് ബയ്യറിനെ കൊണ്ട് മുമ്പ് പറഞ്ഞ അതേ സെയിം കോൺസെപ്റ്റ്. Jupiter Private Limited delayed the payment of consideration and thus paid 15,000 and interest. അപ്പോൾ ടോട്ടൽ 5 ലക്ഷം രൂപ ടാക്സബിൾ ആണ്. അതിൻ്റെ കൂടെ സെല്ലർ പേ ചെയ്യേണ്ടതിനെ ബയ്യറെ കൊണ്ട് പേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരുന്ന എക്സ്ട്രാ 20,000 രൂപ, 20 20,000 റുപ്പീസ് ടാക്സബിൾ ആവും. 15,000 റുപ്പീസ് പ്രൊവൈഡഡ് ഈ 15,000 ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ 15,000 ഇൻക്ലൂസീവ് ഓഫ് GST എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കണം. നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഡിലേഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പിന്നീടാണ് ഇത് ആഡ് ആവുക. സോ ഈ 15,000 GST ലയബിൾ ആണ്. വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ കണക്കാക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പോയിന്റ് പോലെ ഇങ്ങനെ സെപ്പറേറ്റ് തന്നതാണെങ്കിൽ കുഴപ്പമില്ല, GST പെയ്ഡ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സ്റ്റിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് GST ഹാസ് ബീൻ പെയ്ഡ് സെപ്പറേറ്റ്ലി. 15,000 ആസ് ഇൻട്രസ്റ്റ് മെയ്ഡ് സമൃദ്ധി അഡ്വർടൈസർ. സമൃദ്ധിയോ? ഇതിപ്പോൾ ഇവിടുന്ന് സമൃദ്ധി വന്ന് ABC അഡ്വർടൈസേഴ്സ് ജൂപ്പിറ്ററിനാണ് സർവീസ് കൊടുത്തിരിക്കുന്നത്. ജൂപ്പിറ്റർ മാത്രമല്ലേ ഉള്ളൂ. സമൃദ്ധിയൊക്കെ ഇവരെവിടുന്ന് കോപ്പി അടിച്ചപ്പോൾ കോപ്പി പേസ്റ്റ് വന്നതാണോ? ABC അഡ്വർടൈസേഴ്സ് കോൺസെപ്റ്റലൈസർ ഒരു സാധനം ചെയ്തു, ജൂപ്പിറ്ററിന് വേണ്ടിയിട്ടാണ് സർവീസ്. ABC കൊടുക്കേണ്ട ഒരു പേയ്മെന്റിനെ വെണ്ടർക്ക് ജൂപ്പിറ്ററിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ഓക്കെ. എല്ലാം കഴിഞ്ഞ് അവസാനം സമൃദ്ധി അഡ്വർടൈസേഴ്സ്. ഇവരാരാ? ഇവരൊന്നും അല്ല, ABC ആണ് പോയിന്റ്. ABC വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് 5 ലക്ഷം പ്ലസ് 20,000. അതൊക്കെ ഉണ്ടോ? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇൻട്രസ്റ്റ് GST ചാർജ് സെപ്പറേറ്റ്ലി. നമുക്ക് അസംഷൻ കൊടുക്കാം. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം? ഈ 5,000 15,000 100/118 വേണം നമ്മൾ ഇവിടെ ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞ് കാണിക്കാൻ. ഇതിന്റെ ലോജിക് അറിയുന്ന വിചാരിക്കുന്നു. നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് അറിയില്ല ഇവർ വൈകി തരുമോ തരില്ലേന്ന്. അപ്പൊ പിന്നീട് എപ്പോഴെങ്കിലും ഈ ഇൻട്രസ്റ്റ് വൈകി തരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ GST ലൈബിലിറ്റി വരിക. അപ്പൊ ആ തന്ന എമൗണ്ടിൽ ഇൻക്ലൂസീവ് ഓഫ് GST ആണെന്നുള്ള അസംഷൻ ആണ് സാധാരണ എടുക്കുക. ഇതിപ്പോ നമുക്ക് GST അതിന് 15,000 പ്ലസ് GST സെപ്പറേറ്റ് തന്നു എന്ന് വേണ്ട അസംഷൻ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 18 കഴിഞ്ഞു. ഇനി ഏതാ? 19. Shriram Private Limited, a registered dealer from West Bengal, furnished the following information relating to goods sold by Kanha to West Bengal. Price, municipal tax ഉണ്ട്, ഇതൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പറയണം. മുനിസിപ്പൽ ടാക്സ് ആഡ് ചെയ്യേണ്ടി വരും, ഇൻസ്പെക്ഷൻ ചാർജ് ആഡ് ചെയ്യേണ്ടി വരും. സബ്സിഡീസ് റിസീവ്ഡ് ഫ്രം എ പ്രൈവറ്റ് ട്രസ്റ്റ്, അതൊന്നും സമ്മതിക്കില്ല. ആസ് ദി പ്രൊഡക്റ്റ് ഈസ് ഗോയിങ് ടു ബി യൂസ്ഡ് ബൈ ബ്ലൈൻഡ് അസോസിയേഷൻ, ഗവൺമെന്റ് സെൻട്രലോ സ്റ്റേറ്റോ ആണെങ്കിലേ സമ്മതിക്കുള്ളൂ. ഇത് സമ്മതിക്കില്ല, ഈ 1 ലക്ഷം ടാക്സബിൾ ആവും. ലേറ്റ് ഫീസ് ഫോർ ഡിലേഡ് പേയ്മെന്റ്. Though Kanha Private Limited made late payment, but these charges were waived by Shriram Private Limited 2,000. ഇത് വെയ്വ് ചെയ്തു എന്നാ പറഞ്ഞു. വെയ്വ് ചെയ്താൽ കുഴപ്പമില്ല. ലേറ്റ് ഫീ വരുമായിരുന്നു, പക്ഷെ വേണ്ട എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. ഈ 2,000 ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതുപോലെയാണ്, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പേയ്മെന്റ് ചാർജസ് പെയ്ഡ് ബൈ കൻഹ പ്രൈവറ്റ് ലിമിറ്റഡ് ടു സീത പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ശ്രീറാം പ്രൈവറ്റ് ലിമിറ്റഡ്. സപ്ലൈ ചെയ്യണത് ആരാ? ശ്രീറാം അല്ലേ. ഓൺ ബിഹാഫ് ഓഫ് ശ്രീറാം ബയ്യർ പേ ചെയ്തിരിക്കുകയാണ്. സെല്ലർക്ക് പകരം ബയ്യർ പേ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ ആവും. എത്രയൊക്കെ വരും? 2 ലക്ഷം പ്ലസ് 4,000 പ്ലസ് 30,000 പ്ലസ് 1 ലക്ഷം പ്ലസ് 4,000. 2,04,000 2,34 3,34 3,37. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കഴിഞ്ഞു.
എത്രണ്ണായി? ക്വസ്റ്റ്യൻ നമ്പർ 19. വാല്യൂ ഓഫ് സപ്ലൈ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1-2 പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. 20 ഏതാ? ടൈം ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, വാല്യൂ ഓഫ് സപ്ലൈ കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ടൈം ഓഫ് സപ്ലൈ നോക്കാം. എടാ ഓക്കെ, ടൈം ഓഫ് സപ്ലൈ. മിസ്റ്റർ സം സോം whatever, okay, supplies goods liable under reverse charge to Mr. Nath. You are required to determine time of supply. എടാ റിവേഴ്സ് ചാർജിൽ ഞാൻ നോർമലി റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. RCM വരുന്ന സമയത്ത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ മിക്കവാറും പോയിന്റുകൾ ബയ്യറുടെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ചാൽ മതി. ഏതൊക്കെ പോയിന്റ്? ഒന്ന്, ഗുഡ്സ് കിട്ടണ ഡേറ്റ്. ബയ്യറുടെ പോയിന്റ് ഓഫ് വ്യൂ ഇനി അടുത്തത് ഏതാ? പേയ്മെന്റ് കൊടുക്കുന്ന ഡേറ്റ്. അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയി ഡേറ്റ്. അല്ലെങ്കിൽ സപ്ലയർ ഇൻവോയ്സ് തന്നതിന്റെ 30ാമത്തെ ദിവസം, 31ാമത്തെ ദിവസം, 30 ദിവസം കഴിയുന്ന ദിവസം. ഈ 4 കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഏതാണോ ഏർലിയർ വരുന്നത് ദാറ്റ് വിൽ ബി ടൈം ഓഫ് സപ്ലൈ. മിസ്റ്റർ നാഥ് അപ്രോച്ചസ് മിസ്റ്റർ സോം. ഇതൊന്നും ഓർഡർ പ്ലേസ് ചെയ്തൊന്നും നമുക്ക് ആവശ്യമില്ല. റിസീവ്സ് ദി ഗുഡ്സ്, ഇതാണ് ഒരു ഡേറ്റ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്നു. ഇതിന്റെ 31st ഡേ ചെക്ക് ചെയ്യണം. അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ മിസ്റ്റർ നാഥ് മേക്സ് പേയ്മെന്റ് ബൈ ചെക്ക് ആൻഡ് അക്കോർഡിംഗ്ലി റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. പേയ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ്, ഇതൊരു ഡേറ്റ് ആണ്. പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്ന ഡേറ്റ്. അപ്പോൾ ഇത് മാത്രം ഇതിന്ന് 31 ദിവസം കണക്കാക്കണം. 20/11 31st ഡേ കണക്കാക്കണം. പിന്നൊന്ന് ഇത്. ഈ 4 ഏതാ നേരത്തെ വരിക? 20/11 30 ദിവസം കണക്കാക്കിയാൽ എന്തായാലും ഡിസംബർ ആവും. 22/12 ഡിസംബറിലാണ്. ഇത് ഡിസംബറിൽ 26/11. അപ്പൊ ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ് ആയിരിക്കും. 4 കണ്ടീഷൻ ഏതൊക്കെയാ? ഗുഡ്സ് റിസീവ് ചെയ്യണത് ബയ്യറുടെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുക. RCM ആണ് ബയ്യറുടെ പോയിന്റ് ഓഫ് വ്യൂ. ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ പേയ്മെന്റ് നടത്തിയെന്ന് ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ്. പേയ്മെന്റ് നടത്തിയത് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയ ഡേറ്റ്. 4ാമത്തെ മറ്റവൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന്റെ 31st ഡേ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഗുഡ്സ് റിസീവ് ചെയ്തത് പേയ്മെന്റ് 31st ഡേ. 20/11 30 ദിവസം കണക്കാക്കി പ്ലസ് 1 ദിവസം കണക്കാക്കി 21/12 ആവും. 26/11 ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ്. അതായത് ഈ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. സിമ്പിൾ അല്ലേ? കൺഫ്യൂഷൻ ഉള്ളവര് CA ഇന്റർമീഡിയറ്റിന്റെ ഞാൻ വേണി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. CA ഇന്റർമീഡിയറ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ GST എടുക്കുക. അപ്ലിക്കബിൾ ഫോർ Jan 26 അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇപ്പൊ ഈ ഏത് ചാപ്റ്റർ എടുത്താലും അതിന്റെ അവസാനം ലെറ്റസ് റിക്യാപിച്ചുലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആ PDF ലെറ്റസ് റീക്യാപിച്ചുലേറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓൾറെഡി CA സ്റ്റുഡൻസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. CMA സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി ഫൈൻഡ് ഇറ്റ് ഇൻ ദി PDF. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ചാർട്ട് ഉണ്ടാവും. ചാർട്ടൊക്കെ ആകുമ്പോൾ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. CMA സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ദാറ്റ് CA മെറ്റീരിയൽ ഫോർ റിവിഷൻ പേർപ്പസ്. ഓക്കെ, 20 കഴിഞ്ഞു. 21. വികാസ് കൺസൾട്ടൻസി പ്രൊവൈഡ്സ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. 2 കേസ് ഉണ്ട്, കേസ് എയും കേസ് ബിയും. ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഉണ്ട്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഉണ്ട്, പേയ്മെന്റ്. ഓക്കെ, ഡിറ്റർമിൻ ദി സർവീസ് ഇൻ ദി ബോത്ത് ദി കേസസ്. കേസ് എയും കേസ് ബിയും രണ്ടും കണക്കാക്കാം. ഈ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഒന്ന് പേയ്മെന്റ് കണ്ടീഷൻ ഉണ്ട്, പിന്നത്തെ നോർമലി ഇൻവോയ്സിന്റെ കണ്ടീഷൻ ഉണ്ട്. ഇൻവോയ്സ് 30 ദിവസത്തിനുള്ളിലാണ് ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നമുക്ക് എടുക്കാം. 30 ദിവസത്തിനുള്ളിൽ അല്ല ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ആണ് ഡേറ്റ് ആയിട്ട് എടുക്കുക. ആൻഡ് അതിന്റെ കൂടെ നിങ്ങൾ പേയ്മെന്റ് കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. ആദ്യം സപ്ലൈ ഓഫ് സർവീസും ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും 19/8 30 ദിവസത്തിനുള്ളിലാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോക്കുക. 19/8 ഒരു മാസം എന്ന് പറയുമ്പോൾ മറ്റേ ഇനിയുണ്ട്, സമയമുണ്ട്. 30 ദിവസത്തിനുള്ളിലാണ് ഇഷ്യൂ ഇൻവോയ്സ് ചെയ്തിരിക്കുന്നത്. ഇത് 16/7 30 ദിവസത്തിനുള്ളിലാണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ ഫസ്റ്റ് കേസ് ഇൻവോയ്സ് 30 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്ത കേസാണ്. രണ്ടാമത്തെ 30 ദിവസത്തിനുള്ളിൽ അല്ല ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. സപ്ലൈ ഓഫ് സർവീസും ഇഷ്യൂ ഓഫ് ഇൻവോയ്സും തമ്മിൽ 30 ദിവസത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ടൈം ഓഫ് സപ്ലൈയുടെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ 29/8 നമുക്ക് കൺസിഡർ ചെയ്യാം. 29/8 സപ്ലൈയുടെ ബുക്കിൽ പേയ്മെന്റ് വന്നതും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതും ഈ 3 ഡേറ്റ് കമ്പയർ ചെയ്താൽ മതി. ഇതിൽ ഏർലിയർ ഏതാ? 29/8 തന്നെയാണ്. പ്രൊവിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 30 ദിവസത്തിനുള്ളിലാണ് ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും 2 പേയ്മെന്റ് കണ്ടീഷൻ. ഇനി അതല്ല 30 ദിവസത്തിനുള്ളിൽ അല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസും 2 പേയ്മെന്റ് കണ്ടീഷനും. പേയ്മെന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫോർവേഡ് ചാർജ് ആകുമ്പോൾ സപ്ലയറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നോക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ
പേയ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തത്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. സിമ്പിൾ അല്ലേ? മറ്റേത് RCM ആയപ്പോൾ പേയ്മെന്റ് ആയിരുന്നു, ഇവിടെയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് 30 ദിവസത്തിനുള്ളിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഡേറ്റ് എടുക്കേണ്ടത്? ഈ മൂന്നെണ്ണത്തിൽ ഇതിൽ 29/8 ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഇതിൽ 28/8 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് 30 days ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. 16/7 29/8 19/9 വിച്ച് എവർ ഈസ് ഏർലിയർ 16/7 ആയിരിക്കും രണ്ടാമത്തെ കേസിൽ ടൈം ഓഫ് സപ്ലൈ. ഇതിൽ 29/8 16/7 16/7 ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ? 21 കഴിഞ്ഞു. ക്വസ്റ്റ്യൻ 22 നോക്കാം. ഓക്കെ, 22. അപ്പോ 22 തൊട്ട് ഇനി ഇതാണ് ITC ആണ്. റിവൈസ് ചെയ്യേണ്ട സെക്ഷൻ 16 സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്, 16 എലിജിബിലിറ്റി ITC. ഓക്കെ, സെഡ് ലിമിറ്റഡ് പ്രൊക്യൂർഡ് ദി ഫോളോയിങ് ഗുഡ്സ്. ഞാനിത് ITC കിട്ടുമോ കിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ നോക്കേണ്ടത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5ഉം 16ഉം റെഫർ ചെയ്യുക. ഓക്കെ, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. ഇത് അവിടെ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. സിമെന്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വല്ല സിമെന്റ് ഒക്കെ യൂസ് ചെയ്താലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. 17 സബ്സെക്ഷൻ 5 17,000 ITC കിട്ടും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്, നോക്കാം. CSR ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല 25,000. അത് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല എന്നാണ് നമ്മൾ പറയുക. 25,000 നോട്ട് അലൗഡ്. ഇൻപുട്സ് യൂസ്ഡ് ഇൻ ട്രയൽ റണ്ണ്. ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ചുമ്മാ ട്രയൽ റണ്ണ് നടത്തി, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്സ് യൂസ് ചെയ്തു, ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. 10,000 ITC കിട്ടും. കൺഫെക്ഷണറി ഐറ്റംസ് കൺസംപ്ഷൻ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി 3,000. ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് നോർമലി സമ്മതിക്കില്ല. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 റെഫർ ചെയ്താൽ മതി. ഇതിൽ ഫാക്ടറിയിൽ ഫുഡ് ഐറ്റത്തിന് നോർമലി ITC കിട്ടില്ല. ട്രക്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇൻപുട്സ് ഓഫ് ദി ഫാക്ടറി. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണ വണ്ടികൾക്കൊന്നും തടസ്സമൊന്നുമില്ല, 20,000 കിട്ടും. ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ. ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് എലിജിബിൾ അല്ല. 8,000 വിൽ നോട്ട് ബി എലിജിബിൾ. ഗുഡ്സ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ടിങ് ആൻ അഡീഷണൽ ഫ്ലോർ ഓഫ് ദി ഓഫീസ് ബിൽഡിംഗ്. ഓഫീസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന സാധനമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡയറക്ട്ലി സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പ്രകാരം ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ അല്ലേ? ഏതൊക്കെ എലിജിബിൾ? 17ഉം 10ഉം 20ഉം. 17ഉം 10 20ഉം 47 ടോട്ടലി എലിജിബിൾ. ഓക്കെ, 22 കുറെ എണ്ണം ഉണ്ട്, ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവാം. 23 റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് ബീങ് യൂസ്ഡ് ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ് എലിജിബിൾ ആയിരിക്കും. റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ഡയറക്ടേഴ്സ് സമ്മതിക്കില്ല. പിന്നെ മെഷീൻ പർച്ചേസ്ഡ് ടു ബി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്, മെഷീൻ ഒക്കെ അലൗഡ് ആണ്. മോട്ടോർ വെഹിക്കിൾ പർച്ചേസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എംപ്ലോയി. മോട്ടോർ വെഹിക്കിൾ ആണ്, 13 പേരോ അതിൽ താഴെയുള്ള വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നോർമലി ITC എലിജിബിൾ അല്ല. സോ ഇതിന് നമുക്ക് ITC കിട്ടില്ല. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണതിനാണെങ്കിൽ കിട്ടും. ഓർ 13 പേര് ഇരിക്കുന്നത് ഇൻക്ലൂഡിംഗ് ഡ്രൈവർ 13 പേർക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ദി അഫോർസെഡ് മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. ഈ വണ്ടിയും ആ വണ്ടിയുടെ അനുബന്ധ ചെലവുകളും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഷുറൻസിന് നമുക്ക് കിട്ടില്ല. പേയ്മെന്റ് മെയ്ഡ് ടു കോൺട്രാക്ടർ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാഫ് ക്വാർട്ടർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്, ഇതിനും കിട്ടില്ല. അപ്പൊ ടോട്ടൽ 50 കിട്ടും, 25 കിട്ടും, പിന്നെ ഏതാ 50 25 75, അത് മാത്രമല്ലേ ഉള്ളൂ. മോട്ടോർ വെഹിക്കിൾ പർച്ചേസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എംപ്ലോയി എന്ന് അലോ ചെയ്യില്ല, ഇത് കിട്ടില്ലല്ലോ. മെഷീൻ പർച്ചേസ്ഡ് 50 25 75 കിട്ടും, ബാക്കി ഇതൊന്നും കിട്ടില്ല, ഇത് കിട്ടില്ല, ഇത് കിട്ടില്ല. ടോട്ടൽ 75. ദാറ്റ്സ് ഇറ്റ്, 75. 23 കഴിഞ്ഞു. 24. ഓക്കെ, 24 കമ്പ്യൂട്ട് ദി. ഓക്കെ, അഗൈൻ ITC തന്നെയാണ്. ഗുഡ്സ് പർച്ചേസ്ഡ് വിത്തൗട്ട് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇല്ലെങ്കിൽ ITC കിട്ടില്ല, സെക്ഷൻ 16 പറയുന്നുണ്ട്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം സാഗർ ലിമിറ്റഡ്, ഫുൾ പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ വിനീറ്റ ലിമിറ്റഡ് ടു സാഗർ against such supply but tax has not been deposited by Sagar. സെക്ഷൻ 39 പ്രകാരം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ടാക്സ് പേ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. 39 ഒന്നും കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടാക്സ് പേ ചെയ്താലേ സെക്ഷൻ കിട്ടും.
ഡിഡക്ഷനെ ഇവിടെ എത്തി, ഇൻകം ടാക്സ് എത്തി. ടാക്സ് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് GSTയിൽ ITC ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പർച്ചേസസ് ഓഫ് ഗുഡ്സ് നോട്ട് ടു ബി യൂസ്ഡ് ഇൻ ദി ബിസിനസ് പർപ്പസ്, പേഴ്സണൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ITC കിട്ടില്ല. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം രാഹുൽ ലിമിറ്റഡ്, ഇൻവോയ്സ് കിട്ടി ഒക്ടോബറിൽ തന്നെ, പക്ഷേ ഗുഡ്സ് കിട്ടിയത് നവംബറിലാണ്. ഗുഡ്സ് റിസീവ് ചെയ്ത മന്തിലാണ് നമുക്ക് ITC എടുക്കാൻ പറ്റുക. സോ നമുക്കിതിന് എടുക്കാൻ പറ്റില്ല, പക്ഷെ നവംബറിൽ നമുക്ക് ഇതിന്റെ ITC എടുക്കാം. ഇപ്പൊ നമ്മൾ ഏതിന്റെ കണക്കാക്കുന്നുണ്ട്? ഒക്ടോബറിന്റെ ആണ് കണക്കാക്കേണ്ടത്. സോ ITC എടുക്കാൻ പറ്റില്ല. ഗുഡ്സ് ടു ബി പർച്ചേസ്ഡ് അഗൈൻസ്റ്റ് വാലിഡ് ഇൻവോയ്സ് ഫ്രം ലക്ഷിത വിനിത ഹാസ് മെയ്ഡ് പേയ്മെന്റ് ടു ഫോർ ദി, ഓക്കെ, ഒക്ടോബറിൽ വാങ്ങി നവംബറിലാണ് പേയ്മെന്റ് കൊടുത്തതെന്ന് പറയുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. എന്താ ഇപ്പൊ തടസ്സം? പേയ്മെന്റ് ഒക്കെ നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ 48-ന് കിട്ടും, ബാക്കിയുള്ള ഇതിനും കിട്ടില്ല. നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. 48-ന് കിട്ടും, ബാക്കിയുള്ള ഇതിനും കിട്ടില്ല. 24 കഴിഞ്ഞു. ദെൻ 25. ABC Limited is a registered supplier and is engaged in the manufacturing of FMCG products. It has provided following, okay, ITC തന്നെയാണ്. പാക്കിംഗ് മെഷീൻ ഒക്കെ കിട്ടും, ബിസിനസ് പർപ്പസ് ആണ്, നോ ഇഷ്യൂ. മോട്ടോർ സൈക്കിൾ ഇൻപുട്സ് കൊണ്ടുപോകാനുള്ളത് കിട്ടില്ല, 13 വണ്ടിക്ക് താഴെയാണ്. ഇവൻ ദോ ഇൻപുട്സിന് വേണ്ടിയിട്ടാണെങ്കിലും നോർമലി മോട്ടോർ സൈക്കിൾസിന് തരില്ല എന്നാണ് പറയുക. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന 4 വീലർ വെഹിക്കിൾസിനാണ് നോർമലി നമുക്ക് കിട്ടുക. മെമ്പർഷിപ്പ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റേഴ്സ് ഫോർ ഇറ്റ്സ് എംപ്ലോയീസ് 5,000. മെമ്പർഷിപ്പ് ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഇൻപുട്സ് പർച്ചേസർ ബട്ട് ലോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല. ഗുഡ്സ് ലോസ്റ്റ് ഡിസ്ട്രോയിഡ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ITC കിട്ടില്ല, മെമ്പർഷിപ്പിന് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇൻപുട്ട് പർച്ചേസർ ബട്ട് സ്റ്റോളൻ ഫ്രം ഫാക്ടറി, ഇതിനും കിട്ടില്ല. അപ്പൊ ആകെ ഇതിന് മാത്രമേ കിട്ടുള്ളൂ, 25,000 മാത്രമേ കിട്ടൂ, ബാക്കിയുള്ള കിട്ടില്ല. ഈ മോട്ടോർ സൈക്കിളിന്റെ മാത്രം ഇപ്പോൾ പലവിടെയും കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫുഡ് ഡെലിവറി ആപ്പുകൾ, അവര് ഫുഡ് ആണല്ലോ കൊണ്ടുപോകുന്നത്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് നടക്കുന്നുണ്ട്. ആസ് പെർ കറന്റ് പ്രൊവിഷൻ മോട്ടോർ സൈക്കിൾ 2 വീലേഴ്സിന് ഈവൻ ഇൻപുട്ട് കൊണ്ടുപോകാനാണെങ്കിൽ പോലും ITC നമുക്ക് കിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞു. 26. ഗുഡ്സ് സപ്ലൈഡ് ഫോർ ക്യാപ്റ്റീവ് കൺസംഷൻ, അതായത് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി നമ്മൾ ആ റോ മെറ്റീരിയലിനെ പറയുകയാണ്, വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ITC എടുക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ബീങ് യൂസ്ഡ് ഇൻ റിപ്പയറിംഗ് ദി ഫാക്ടറി ഷെഡ് ആൻഡ് സെയിം ഹാസ് ബീൻ ക്യാപിറ്റലൈസ്ഡ്. ബുക്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ITC കിട്ടില്ല. ഫാക്ടറി ഷെഡ് ആണ്, മൂവബിൾ പ്രോപ്പർട്ടിക്ക് നോർമലി കിട്ടില്ല. എഗൈൻ അത് ക്യാപിറ്റലൈസ് ചെയ്തു, കിട്ടില്ല. സിമന്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദി ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് സെക്ഷൻ 17(5) ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലല്ല. അവിടെ പറയുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവൻ ദോ ക്യാപിറ്റലൈസ് ചെയ്താൽ പോലും നമുക്ക് കിട്ടും 5,000. ഓക്കെ, ITC കിട്ടും. സിമന്റ് ഇൻപുട്സ് യൂസ്ഡ് ഇൻ ട്രയൽ റണ്ണ് കിട്ടും. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി കിട്ടില്ല. ഫുഡ്സ് ആൻഡ് ബിവറേജസ് പർച്ചേസ്ഡ് ബൈ എംപ്ലോയി ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ് നോർമലി കിട്ടില്ല. വർക്കേഴ്സിന് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടും എന്നൊക്കെയാണ്, ഇവിടെ കിട്ടില്ല. ഏതൊക്കെയാ കിട്ടുക? 10,000 കിട്ടും, ഇത് കിട്ടില്ല. ഫൗണ്ടേഷൻ കിട്ടും 10ഉം 5ഉം, 10 + 5 15. പിന്നെ ഏതാ? ഇൻപുട്ടിന് 7, 22. ഓക്കെ, 22,000 ടാക്സ്. ദാറ്റ്സ് ഇറ്റ്. ITC ഇത്രേ പറയുന്നുള്ളൂ. ഇതിൽ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏതാ? ശ്രദ്ധിക്കേണ്ടത് ഇതില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവൻ ദോ ക്യാപിറ്റലൈസ് ചെയ്യണ ഐറ്റം ആണെങ്കിൽ പോലും അതിന്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ITC കിട്ടും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ല എന്നാണ് പോയിന്റ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? 26 കഴിഞ്ഞു. ഇനി ഏതാ? GST ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറയുന്ന കേസാണ്. എന്നിട്ട് അതിനെങ്ങനെ സെറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അടുത്തത് നോക്കാം. 27. ഓക്കെ, സിതാനി എ രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഗുഡ്സ് പ്രൊവൈഡ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ക്വസ്റ്റ്യനിൽ 1-2 മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്തണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് 15 ലക്ഷം ഉണ്ട്. ഇത് ഇന്റർ അല്ല കേട്ടോ, ഇത് ഇൻട്രയാണേ. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് 10 ലക്ഷം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ പർച്ചേസ് ഉണ്ട് 5 ലക്ഷം. ഇത് ഇൻട്ര ആണ്. ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് 3 ലക്ഷം. ഓപ്പണിംഗ് കുറെ ബാലൻസുകൾ തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം ഈ 15 ലക്ഷത്തിന് എത്ര പെർസെൻറ്റേജ്? IGST 12 ആണ്. 15 ലക്ഷത്തിന്റെ 12%, 10 ലക്ഷത്തിന്റെ ഇൻട്ര ആയത് കാരണം 6%, 6% പേ ചെയ്യാനുണ്ട് എന്ന് കണക്കാക്കുക.
അപ്പോൾ 15,00,000ന്റെ 12% പറയുമ്പോൾ 1.8 ലാക്ക് IGST പേ ചെയ്യണം. 60,000 CGST, 60,000 SGST. അതല്ലേ ശരി? കിട്ടിയില്ലേ? Then ഇന്റർസ്റ്റേറ്റ് പർച്ചേസിന് 5 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇന്റർസ്റ്റേറ്റ് ആണ്. പർച്ചേസ് ഓഫ് എത്ര പെർസെന്റേജിന്റെ ആയിരിക്കും? 12% ആണ്. ഇന്റർസ്റ്റേറ്റ് പർച്ചേസിന് 5 ലക്ഷത്തിന് 12% എന്ന് പറയുമ്പോൾ 60,000 രൂപ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? IGST കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ 3 ലക്ഷത്തിന് 6%, 6%. 3 ലക്ഷത്തിന്റെ 6% 3 18. 18,000 നമുക്ക് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് റേറ്റ്. ശരിയല്ലേ? അപ്പോൾ IGST ഓൾറെഡി 1.44 ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് 6 കൂടി കിട്ടിക്കഴിഞ്ഞാൽ 2,04,000 ആവും. ഇവിടെ 40 ഉണ്ട്. 18 കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 58,000 ക്രെഡിറ്റ് ഉണ്ട്. ഇവിടെ 70,000 ഉണ്ട്. അതിൻ്റെ കൂടെ 18 കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 88,000 ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് ഇതിനെ സെറ്റ് ഓഫ് ചെയ്താൽ പോരെ? പ്രൊവിഷനൊക്കെ അറിയുന്നു വിചാരിക്കുന്നു. ആദ്യം IGST സെറ്റ് ഓഫ് ചെയ്യണം. IGST സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് CGSTയും SGSTയും സെറ്റ് ഓഫ് ചെയ്യാം. IGST ആകെ 1,08,000 ലൈബിലിറ്റി ഉള്ളൂ. നമ്മുടെ അടുത്ത് ക്രെഡിറ്റ് എത്രയുണ്ട്? 2,04,000 ഉണ്ട്. അപ്പോൾ ഇതിലെ 1.8 മുഴുവനായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ബാക്കി ലൈബിലിറ്റി 0. ദെൻ ഈ 60,000 പേ ചെയ്യാൻ നമ്മൾ ആദ്യം ഇതിന്റെ ബാക്കിയുള്ളതിനെ ഉപയോഗിക്കുക. 2,04,000-ൽ 1.80 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 24,000 ബാക്കിയുണ്ട്. ദെൻ IGST അപ്പോൾ കഴിഞ്ഞു. 1,08,000 പ്ലസ് 24,000 CGSTക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. സ്പീഡിലാണേ പറയുന്നത്. പ്രൊവിഷൻ അറിയുന്നവർക്ക് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് സെറ്റ് ഓഫിനെ പറ്റി പറയണം, ITC എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പറയണം. ലാസ്റ്റ് ടൈം റിവിഷൻ. ഞാൻ ഈ സ്പീഡിലല്ല നോർമലി ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണു. ഇപ്പോൾ ഇതെന്താ ഇവിടെ എന്താ നടക്കണമെന്നുള്ളൊരു തോന്നൽ വേണ്ട. ഫസ്റ്റ് ടൈമോ മറ്റേ കേൾക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രൊവിഷൻ അറിയാത്തത് കൊണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് സമാധാനത്തിൽ കേട്ട് കഴിഞ്ഞാൽ പ്രൊവിഷൻ അറിയുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ഓക്കെ. CGST ഓൾറെഡി 60 പേ ചെയ്യാനുണ്ട്. IGST യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി 24,000 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 60 24 പോയി കഴിഞ്ഞാൽ 40, 36,000 ഇനിയും പേ ചെയ്യാനുണ്ട്. നമുക്ക് ഈ 58 സെറ്റ് ഓഫ് ചെയ്യാം. 36,000 കൂടി സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ CGST ലൈബിലിറ്റി 0 ആയിട്ട് മാറും. ശരിയല്ലേ? അതേപോലെ SGST 60 പേ ചെയ്യാനുണ്ട്. നമ്മളുടെ അടുത്ത് ഓൾറെഡി 88 ഉണ്ട്. സോ 60,000 മുഴുവനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈബിലിറ്റി 0 ആവും. സോ ഈ 58-ന്ന് 36,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 22,000 നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ ഈ 88-ൽ 60 സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 28,000 ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഉണ്ടാവും. ബാക്കി ആസ് യൂഷ്വൽ IGST മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 22ഉം 28ഉം ക്യാരി ഫോർവേഡ് ചെയ്യാം. സെറ്റ് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഏതും ടാക്സ് ലൈബിലിറ്റി 0 ആയിരിക്കും. ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട്. വൃത്തിക്ക് മനസ്സിലാക്കിയാൽ മതി. 15-ന് 1.80ഉം 10-ന് 60,000 60,000. ITC ഓൾറെഡി 40 ഉണ്ട്. അതിൻ്റെ കൂടെ 18 കൂടി കിട്ടിക്കഴിഞ്ഞാൽ 58. 70-ന്റെ കൂടെ 18 കൂടി കിട്ടിക്കഴിഞ്ഞാൽ 88. 1.44-ന്റെ കൂടെ 60 കൂടി കിട്ടിക്കഴിഞ്ഞാൽ 2,04,000. ഈ 2,04,000-നെയാണ് ആദ്യം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ആദ്യം IGST സെറ്റ് ഓഫ് ചെയ്യുക. 1,80,000 സെറ്റ് ഓഫ് ചെയ്തു. ബാക്കിയുള്ളതിനെ 24,000 സെറ്റ് ഓഫ് ചെയ്താൽ ബാക്കി 36 ഉണ്ട്. ഈ 58-ലെ 60-ൽ 24 സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി 58-ന്ന് 36 പോയി കഴിഞ്ഞാൽ ബാക്കി 22. 22 എങ്ങനെ കിട്ടി? 58,000 ഉള്ളതിൽ 36,000 കഴിഞ്ഞ് ബാക്കി 22. അതേപോലെ തന്നെ 60 ഉണ്ട്. 88 ആണ് നമ്മുടെ ITC ഉള്ളത്. 60 ആണ് പേയബിൾ. ബാക്കിയുള്ള 28,000. 88,000 മൈനസ് 60,000. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്പീഡിൽ പട്ട ചെയ്തിട്ട് പോകാം. ബട്ട് പ്രൊവിഷൻ അറിയണം. 36,000 കഴിഞ്ഞ് 22,000 28,000. നമ്മൾ അത് തന്നെയല്ലേ പറഞ്ഞ്? 22,000 28,000. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. 28 സിമിലർ വൺ ആണ്. നോക്കാം. ഓക്കെ. സൺ ലിമിറ്റഡ് ബീങ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ. രാജസ്ഥാനിലുള്ള ഒരാളാണ്. ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസും ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസും തന്നിട്ടുണ്ട്. സെയിം മോഡൽ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ 28ഉം 29ഉം 30ഉം നിങ്ങളുടെ രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് വെറുതെ ഞാൻ സോൾവ് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് ഈ സ്പീഡിൽ മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചുമ്മാ എന്നാലും സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ചെറിയ രീതിയിൽ ചെയ്യാം. 28 പർച്ചേസ് ഫ്രം ബീഹാർ ഉണ്ട്. നമ്മൾ ഏതാ? രാജസ്ഥാനിലാണ് നമ്മൾ. അപ്പോൾ ബീഹാറിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് IGST ആയിരിക്കും. രാജസ്ഥാനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ CGST SGST ആയിരിക്കും.
ആന്ധ്രാപ്രദേശിലേക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ IGST ആയിരിക്കും. രാജസ്ഥാനിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ CST, SGST അല്ലേ? ആദ്യം ടാക്സ് ലൈബിലിറ്റി കണക്കാക്കാം. സെയിൽസ് നോക്കാം. ആന്ധ്രാപ്രദേശിലേക്ക് 4,80,000 ടാക്സ് ലൈബിലിറ്റി IGST. 4,80,000 IGST 86,400. ഇനി ഏതാ 9,60,000 ടാക്സ് റേറ്റ് എത്രയാ? 6ഉം 6ഉം അല്ലേ? 6ഉം 6ഉം ആണ്. ഔട്ട്വേർഡ് സപ്ലൈ 18ഉം 9ഉം 9ഉം ആണ്. ഓക്കെ 9ഉം 9ഉം ആണ്. 9,60,000 9%ഉം 9%ഉം കണക്കാക്കുക. 9,60,000 9%, 9% കണക്കാക്കി 86,400, 86,400, 86,400. ടോട്ടൽ ഇതാണ് നമുക്ക് പേ ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? ITC ഓൾറെഡി 50, 40, 30 ഉണ്ട്. അതിനെ ആദ്യം എഴുതി വെക്കുക. 50, 40, 30,000. ക്ലിയർ? ITC റേറ്റ് എത്രയൊക്കെയാ? 12ഉം 6ഉം 6ഉം. ശരിയല്ലേ? Then ബീഹാറിന്ന് പർച്ചേസ് ചെയ്തതിന് 4 ലക്ഷത്തിന് IGST ആണ് വരിക. ഇവിടെ പോയി IGST 4 ലക്ഷത്തിന് 12% IGST ആണ് വരിക. അതേപോലെ ബാക്കിയുള്ള രാജസ്ഥാനിന്ന് പർച്ചേസ് ചെയ്തതിന് CGST, SGST ആണ്. 8 ലക്ഷത്തിന്റെ 6%, 6%. 8 ലക്ഷത്തിന്റെ 6% 48, 48. അത്രയല്ലേ? ഇനി ഈ 86,400, 86,400, 86,400 ആദ്യം എടുത്തെഴുതുക. സെറ്റ് ഓഫ് 86,400, 86,400, 86,400. ഇനി എന്ത് ചെയ്യണം? ആദ്യം IGST എടുക്കുക. IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. IGST നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 78,000 നമുക്ക് ടോട്ടൽ ഉണ്ട്. ശരിയല്ലേ? 78,000 ആദ്യം ഇവിടെ എഴുതി വെക്കുക. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് CGST സെറ്റ് ഓഫ് ചെയ്ത് നോക്കാം. CGST ടോട്ടൽ എത്ര പേ ചെയ്യാനുണ്ട്? 86,400 പേ ചെയ്യാനുണ്ട്. 86,400 പേ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞെടുത്തു. ITC എത്രയുണ്ട്? ITC നമുക്ക് 98,000 ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 86,400 ഔട്ട്പുട്ട് ഉള്ളൂ. ഇൻപുട്ട് 98 ആണെന്നുണ്ടെങ്കിൽ 86,400 ഇവിടേക്ക് എടുക്കുക. ബാക്കിയുള്ള IGST പേ ചെയ്യാൻ ഇനി എത്ര വേണം? 86,400 78,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 8,400 കൂടി അവിടേക്ക് വേണമെന്ന് മനസ്സിലാവും. അപ്പൊ ഈ 86,400 98ല് 86,400 CGSTയിലേക്ക് എടുത്ത് ബാക്കിയുള്ള കുറച്ച് 8,400 IGST ആയിട്ടും സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ളതിനെ ക്യാരി ഫോർവേഡ്. ഈ 3,200 എങ്ങനെ കിട്ടി? 98,000 മൈനസ് 86,400 മൈനസ് 8,400 കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. IGSTയുടെ ഇനിയും പേയബിൾ വന്നു കഴിഞ്ഞാൽ CGSTയുടെ ബാലൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അതേപോലെ കഴിഞ്ഞ ദിവസത്തിൽ എങ്ങനെയായിരുന്നു? IGSTയിൽ ബാലൻസ് വന്നപ്പോൾ CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇനി എന്താ ഉള്ളത്? 86,400 SGSTയിൽ പേ ചെയ്യാനുണ്ട്. SGSTയിൽ 86,400 ക്രെഡിറ്റ് എവിടെ പോയി? 88,000 നമുക്ക് ക്രെഡിറ്റും ഉണ്ട്. ശരിയല്ലേ? 86,400 ആണ് പേ ചെയ്യാനുള്ളത്. 88 ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ എക്സസ് ഉണ്ട്. എക്സസ് ഉള്ളതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുക. 1,600 ക്യാരി ഫോർവേഡ് കൊണ്ടുപോകുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്താലേ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. 28 കഴിഞ്ഞു. 29, 30 ഒക്കെ സിമിലർ ആണ്. വെറുതെ ഞാനിങ്ങനെ വായിട്ട് അലയ്ക്കുന്നതിന് പകരം ഇത് ചെയ്തു നോക്കൂ. ഓപ്പണിംഗ് ഉണ്ട്. സെയിം സ്റ്റൈലിൽ ചെയ്യുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വീണ്ടും ഒരേ ഫിഗറിനെ വീണ്ടും വീണ്ടും എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ജസ്റ്റ് ചെയ്തു നോക്കുക. 29ഉം 30ഉം അതേപോലെ 30ഉം ചെയ്തു നോക്കിയാൽ മതി. സെയിം ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്നതാണ്. ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്താ? ആദ്യം IGST എടുക്കുക. IGST യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ CGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അതേപോലെ CGST എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം CGST ആയിട്ട് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ളതിനെ IGSTക്ക് എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. 30, 31 ചെയ്യില്ലേ? സോറി 29, 30 ചെയ്യില്ലേ? ചെയ്യണം. സിമിലർ ആണ്. വെറുതെ സമയം കളയേണ്ടെന്ന് വേണ്ടിയാണ്. വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ അതർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. 31. ഓക്കെ. ഡിറ്റർമിൻ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. 31. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ അഗ്രിഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കാം. ഓക്കെ. അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഡെഫിനിഷൻ എന്താ? എല്ലാ ട്രാൻസാക്ഷനും അതിൽ ഇൻക്ലൂഡഡ് ആവും. നോൺ ടാക്സബിൾ സപ്ലൈസ് അടക്കം ഇൻക്ലൂഡഡ് ആവും. ഈ ഡീസല്, പെട്രോൾ പോലെയുള്ള സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വേറെ ബിസിനസ്സുകാർ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നോൺ ടാക്സബിൾ സപ്ലൈ അടക്കം ഇൻക്ലൂഡഡ് ആവും. എക്സ്ക്ലൂഡ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജിൽ വരുന്നത്. അതായത് വേറൊരാൾ സപ്ലൈ ചെയ്തു, ഞാൻ റിവേഴ്സ് ചാർജിൽ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ സപ്ലൈ അല്ല. അതേപോലെ ജോബ് വർക്കൊക്കെ വരുന്ന സമയത്ത് പ്രിൻസിപ്പൾ എനിക്ക് തന്നിട്ട് ഞാൻ അതിനെ തിരിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അതൊന്നും എൻ്റെ സപ്ലൈ. എനിവേ, സെയിൽ ഓഫ് ഡീസൽ ഓൺ വിച്ച് സെയിൽസ് ടാക്സ് ഈസ് ലെവിഡ് ബൈ MP ഗവൺമെന്റ്. ഇത് GST ലെവിയബിൾ ആണോ എന്നല്ല ചോദിക്കുന്നത്.
അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഡെഫിനിഷനിൽ ഈ സെയിൽസ് ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ആഡ് ചെയ്യണം 1 lakh. നോൺ ടാക്സബിൾ സപ്ലൈ ആണ്. നോൺ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ പോലും അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഡെഫിനിഷനിൽ ഇത് വരും. സപ്ലൈ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ജോബ് വർക്ക് ഫ്രം ദി പ്ലേസ് ഓഫ് രാം എന്റർപ്രൈസസ് ഡയറക്റ്റഡ് ബൈ പ്രിൻസിപ്പൽ. അതായത് ജോബ് വർക്ക് കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഞാൻ ആ ഗുഡ്സിനെ വേറെ അങ്ങോട്ടേക്കോ ട്രാൻസ്ഫർ ചെയ്തു എന്നാ പറയുന്നത്. അത് എൻ്റെ അല്ല, അത് എനിക്ക് ഗുഡ്സ് തന്ന ആളുടെയാണ്. ഈ 3 ലക്ഷം എൻ്റെ സപ്ലൈ അല്ല, എൻ്റെ ടേൺ ഓവറിൽ കണക്കാക്കില്ല. എക്സ്പോർട്ട് സപ്ലൈ ടു ഇംഗ്ലണ്ട് ഇതൊക്കെ കണക്കാക്കും. 1 lakh എക്സ്പോർട്ട് സെയിൽസ് ആണ്. സപ്ലൈ ടു ഓൺ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സെയിം തന്നെയാണ്. അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് സെപ്പറേറ്റ് ഒരു കൺസേൺ പോലെയാണ് കണക്കാക്കുക. അതിലേക്കുള്ള സപ്ലൈയും ടേൺ ഓവർ ആയിട്ട് കണക്കാക്കും. GST വരുമോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. നമ്മളത് ടേൺ ഓവറിന്റെ ഡെഫിനിഷനിൽ വരുമെന്നാണ് നോക്കുന്നത്. അത് വരും. ഔട്ട്വേർഡ് സപ്ലൈ ഓൺ വിച്ച് GST ഈസ് ടു ബി പെയ്ഡ് ബൈ റെസിപ്പിയന്റ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഞാൻ സപ്ലൈ ചെയ്തു, പക്ഷെ ഇതിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് മറ്റേ അപ്പുറത്തുള്ള റെസിപ്പിയന്റ് ആണ്. അത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ മറ്റവൻ സപ്ലൈ ചെയ്തു, ഞാൻ റിസീവ് ചെയ്തു, ഞാനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആ കേസ് ടേൺ ഓവറിൽ ആഡ് ആവില്ല. ഞാൻ സപ്ലൈ ചെയ്ത RCM വരികയാണെങ്കിൽ ആവും. മറ്റവൻ സപ്ലൈ ചെയ്തിട്ട് എനിക്ക് RCM വരികയാണെന്നുണ്ടെങ്കിൽ ടേൺ ഓവറിൽ കണക്കാക്കില്ല. 1 lakh ആഡ് ചെയ്യണം. 1 lakh അടുത്തത് ഇൻവേർട്ട് സപ്ലൈ ഓൺ വിച്ച് GST ഈസ് ടു ബി പെയ്ഡ് ബൈ രാം എന്റർപ്രൈസ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഇത് വരില്ല. ടോട്ടൽ എത്രയായി? 1ഉം 5ഉം 6 പ്ലസ് 5 11 പ്ലസ് 1 12 lakh. 12 ലക്ഷമാണ് ടേൺ ഓവർ. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതേപോലെ എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ കാര്യങ്ങളൊക്കെ. ദാറ്റ്സ് ഇറ്റ്. 32 ഒരാൾ ഒരു ദിവസം നടത്തിയ ഓക്കെ, ഇത് മറ്റേ കൺസോളിഡേറ്റഡ് ഇൻവോയ്സിന്റെ പോയിന്റ് ആണ്. നൺ ഓഫ് ദി റെസിപ്പിയന്റ് റിക്വയർ എ ടാക്സ് ഇൻവോയ്സ് ഡിറ്റർമിൻ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ എബവ് സപ്ലൈസ് XYZ ലിമിറ്റഡ് മേ ഇഷ്യൂ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതായത് 200 രൂപയിൽ താഴെയുള്ള ബില്ലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എല്ലാത്തിനെയും കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒറ്റ ബില്ലായിട്ട് ഡെയിലി വൈകുന്നേരം നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് ഇഷ്യൂ ചെയ്താൽ മതി. പക്ഷെ അതിന് കൺസേൺ ഉണ്ട്, 200 രൂപയിൽ താഴെയുള്ള ബില്ലും ആയിരിക്കണം, ഞാൻ ആർക്കാണോ ബില്ല് ചെയ്യുന്നത് അയാൾ രജിസ്റ്റേർഡ് ആവാനും പാടില്ല. ആ 2 കണ്ടീഷനും ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ചെയ്യാം, അതർവൈസ് കൺസോളിഡേറ്റഡ് ചെയ്യാൻ പാടില്ല. സപ്ലൈ ടു എ ട്രേഡർ രജിസ്റ്റേർഡ് അണ്ടർ GST രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവൺ ദോ 200 രൂപയിൽ താഴെയാണെങ്കിൽ പോലും ഞാൻ ബില്ല് തന്നെ കൊടുക്കണം, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് അല്ല കൊടുക്കേണ്ടത്. സപ്ലൈ ടു ആൻ അൺരജിസ്റ്റേർഡ് ട്രേഡർ ട്രേഡർക്ക് 330 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 200 ആണ്, കൺസോൾഡ് ഇൻവോയ്സ് പറ്റില്ല, ഇൻവോയ്സ് തന്നെ കൊടുക്കണം. സപ്ലൈ ടു എ റീറ്റെയിൽ കസ്റ്റമർ 370 രൂപ, അഗെയിൻ 200 രൂപയിൽ കൂടുതലാണ്, കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് ഡെയിലി വൈകുന്നേരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ പോരാ, വി ഹാവ് ടു ഗിവ് ഇൻവോയ്സ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. സപ്ലൈ ടു മിസ്റ്റർ BA കൺസ്യൂമർ 150, ഇത് കുഴപ്പമില്ല, 150 കുഴപ്പമില്ല. സപ്ലൈ ടു എ സ്റ്റുഡന്റ് 168, ഇതും കുഴപ്പമില്ല. കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് ഈ 150നും 168നും ഒക്കെ പറ്റും, ബാക്കിയുള്ള കേസിലൊന്നും പറ്റില്ല. സപ്ലൈ ടു നോട്ട് പോസിബിൾ കസ്റ്റമർ രജിസ്റ്റേർഡ് ആണ്, 200ൽ കൂടുതലാണ്, അഗെയിൻ 200ൽ കൂടുതലാണ്. 150 168ഉം 200ൽ താഴെയാണ്, രജിസ്റ്റേർഡ് പേഴ്സണും അല്ല. സോ ആൻഡ് ഹി ഡോണ്ട് റിക്വയർ എ ടാക്സ് ഇൻവോയ്സ്, അതുകൂടി ഉണ്ട്, ആ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. വാങ്ങിക്കാൻ വരുന്നവൻ ബില്ല് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റും. അവൻ ബില്ല് വേണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, 200 രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ് ആ ദിവസം വൈകുന്നേരം റേസ് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. 32 കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ IDT കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, GST പോർഷൻ കഴിഞ്ഞു. കസ്റ്റംസ് ഉണ്ട്. കസ്റ്റംസിന്റെ മെയിൻലി അവർ വാല്യുവേഷൻ ബേസ്ഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വാല്യൂ നമ്മൾ ഇത് കണക്കാക്കില്ലേ, ഈ ഫ്രൈറ്റും ഇൻഷുറൻസും ഒക്കെ വെച്ച് കണക്കാക്കുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദെൻ വാല്യൂ 1 2 3 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. കസ്റ്റംസിൽ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ GST കഴിഞ്ഞു. റിവൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു, കുറേയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, CA ഇന്റർമീഡിയറ്റിന് ഇവിടെ വെച്ച് നിർത്താം. CMAക്കാർക്കാണ് ഈ കസ്റ്റംസ് ഉള്ളത്. സോ യു ക്യാൻ കണ്ടിന്യൂ വാച്ചിങ്. CA സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ ബീങ് ഹിയർ. ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. കുറച്ച് സ്പീഡ് ഉണ്ട്, ബട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതുപോലെ റിവിഷന് വേണ്ടിയിട്ടാണ് ചെയ്തത്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, നമുക്ക് ആ ഒരു 4 ക്വസ്റ്റ്യൻ കൂടി തീർത്തിട്ട് മാരത്തൺ അവസാനിപ്പിക്കാം. മാരത്തൺ ഒന്നും പറയാനില്ല, ടോട്ടലി ആകെ ഒരു 2 മണിക്കൂറിൽ താഴെയല്ലേ വരുന്നുള്ളൂ. നമുക്ക് നേരെ കസ്റ്റംസിലേക്ക് പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. രമേഷ് ഇമ്പോർട്ടഡ് സർട്ടൻ ഗുഡ്സ് ബൈ എയർ. എയർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഫ്രൈറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും.
ഫ്രൈറ്റിന് എന്താ റെസ്ട്രിക്ഷൻ? ഫ്രൈറ്റിന് 20% ഓഫ് FOB ആയിരിക്കണം മാക്സിമം ലിമിറ്റ്. ഓക്കെ. CIF പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. FOBയുടെ കൂടെ ഇൻഷുറൻസും ഫ്രൈറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈക്വൽ ടു CIF വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് CIF വാല്യൂ $10,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഫ്രൈറ്റ് 3000 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻഷുറൻസ് 520 ആണെന്ന് പറയുന്നുണ്ട്. ബാങ്കർ റിയലൈസ്ഡ് ഓക്കെ. RBIയുടെ റേറ്റ് ഉണ്ട് 84, CBICയുടെ റേറ്റ് ഉണ്ട് 83. അപ്പോൾ അതിൽ ഡ്യൂട്ടി ഏതിലാ ചാർജ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ്. 20% റെസ്ട്രിക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. CIF തന്നിരിക്കുന്നത് 10,000 ആണ്. നമുക്ക് ഫ്രൈറ്റ് ലിമിറ്റ് ചെയ്യേണ്ടത് 20% ഓഫ് FOB വാല്യൂവിലാണ് ലിമിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ CIF ആദ്യം FOB വാല്യൂവിലോട്ട് കൺവേർട്ട് ചെയ്യണം. CIF 10,000 എന്ന് പറയുന്നത് ഇൻഷുറൻസും ഫ്രൈറ്റും എല്ലാം കൂടി ആഡ് ചെയ്ത ഫിഗർ ആണ്. ഇൻഷുറൻസ് എത്രയാ? ഇൻഷുറൻസ് 520ഉം ഫ്രൈറ്റ് 3000. ഈ 3520 ആഡ് ചെയ്ത വാല്യൂ ആണ് 10,000. അപ്പൊ FOB എത്രയായിരിക്കും? FOB എന്ന് പറയുന്നത് 6480 ആയിരിക്കും. 3520 മൈനസ് ചെയ്യുമ്പോൾ 3000 മൈനസ് ചെയ്താൽ 7, പിന്നെ 6500 ആയി 6480. ഈ 6480 ആണ് FOB വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ 20% എന്ത് സമ്മതിക്കുള്ളൂ? എയർ ഫ്രൈറ്റ് സമ്മതിക്കുള്ളൂ. സോ 6480ന്റെ 20% എത്രയാണെന്ന് നോക്കുക. അവിടെ വെച്ച് ഫ്രൈറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫ്രൈറ്റിനെ നമ്മളുടെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇൻഷുറൻസും കണക്കാക്കി അവസാനം ഒരു വാല്യൂ കിട്ടും. അതിനെ CBIC പറയുന്ന റേറ്റ്, RBIയുടെ റേറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല, പറയുന്ന റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടി. ഓക്കെ. എയർ ഫ്രൈറ്റ് ആയത് കാരണമാണ് കാൽക്കുലേഷൻ നോക്കാം. ഇത് CIF. ഓക്കെ. CIF പ്രൈസ്. അതിന്ന് ആദ്യം ഇത് രണ്ടും മൈനസ് ചെയ്ത്, എന്തിനാ മൈനസ് ചെയ്യുന്നത്? നമുക്ക് ആ 20% കണക്കാക്കേണ്ടത് ഈ 6480ന്റെ മുകളിലാണ്. അതുകൊണ്ടാണ്. ആക്ച്വൽ ഫ്രൈറ്റ് 3000 എടുത്തു, 20% ലിമിറ്റ് ചെയ്യണം. 6480ന്റെ 20% 1296. നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 1296 കോസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ദെൻ അതിൻ്റെ കൂടെ ഇൻഷുറൻസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ആക്ച്വൽ 84 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 520 കൂടി ആഡ് ചെയ്യുക. 8296 ആയി. ഇതിന് എന്ത് ചെയ്താൽ മതി? 83. ഏത് റേറ്റ് എടുക്കേണ്ടത്? CBICയുടെ റേറ്റ് ആണ് എടുക്കേണ്ടത്. 6,88,568. ശരിക്കും പറഞ്ഞാൽ ഇൻകം ഈ മറ്റേ GST ഡിപ്പാർട്ട്മെന്റ്, ഈ കസ്റ്റംസുകാർ തരുന്ന ഒരു ബെനിഫിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി 3000 ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ 20%ന്റെ മുകളിൽ ടാക്സ് അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. 3000 ഒന്നും ആഡ് ചെയ്യണ്ട. ഈ 3000 ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10,000ന്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടതിനെ അവർ കുറച്ചിട്ട് എത്രയാക്കി തന്നിരിക്കുകയാണ്? 8,296 ആക്കി തന്നിരിക്കുകയാണ്. ആക്ച്വലി ഇറ്റ്സ് ബെനിഫിഷ്യൽ ഫോർ അസ് ആ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്. 20%നേക്കാൾ കൂടുതൽ പോയാലും 20% വരെ നിങ്ങൾ അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും. ഇല്ലസ്ട്രേഷൻ 2 3 നോക്കിയാലോ? ഓക്കെ. മിസ്റ്റർ രത്തൻ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഫ്രം USA. വാല്യൂ ഓഫ് ദി ഗുഡ്സ് ഈസ് 10,000. ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഗുഡ്സ് 10,000 ആണെന്ന് പറയുന്നുണ്ട്. ഫ്രൈറ്റ് പെയ്ഡ് എയർ. ഓക്കെ. എയർ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം 20% റെസ്ട്രിക്ഷൻ ഉണ്ടാവും. 2,500. ഇൻഷുറൻസ് ചാർജസ് ആർ ആക്ച്വലി പെയ്ഡ് ബട്ട് ഡീറ്റെയിൽസ് ആർ നോട്ട് അവൈലബിൾ. 1.125% എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ FOB വാല്യൂവിന്റെ 1.125% ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കണം. ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ചാർജസ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ 500. ഇത് മറ്റേ 10,000ന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഫ്രം ഇന്ത്യൻ എയർപോർട്ട് ടു ദ ഫാക്ടറി. ഇതൊന്നും കോസ്റ്റിന്റെ പാർട്ട് പോലും ആവില്ല. ഇത് കസ്റ്റംസ് പോർട്ടിൽ എത്തിയതിനു ശേഷം പിന്നെ ഫാക്ടറിക്ക് എത്തിക്കാനുള്ളതാണ്. ഇന്ത്യയിൽ നടന്നതാണ്. കസ്റ്റംസിന് ഇത് ആവശ്യമില്ല. പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി 24/2. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഡേറ്റ് 20%. എക്സ്ചേഞ്ച് റേറ്റ് നോട്ടിഫൈഡ് ബൈ CBIC 81 ആണെന്ന് പറയുന്നുണ്ട്. എൻട്രി ഇൻവേർഡ് 3 ആണ്. PCD ഓൺ ദാറ്റ് ഡേറ്റ് ഈസ് 18% എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതില് ഈ മറ്റേ കസ്റ്റംസ് ഡ്യൂട്ടി കണക്കാക്കാൻ പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ എൻട്രി ഇൻവേർഡ് വിച്ച് എവർ ഈസ് ലേറ്റർ എടുത്താൽ മതി. 24/2 അല്ലെങ്കിൽ 3 ഇതിന്റെ ലേറ്ററിലുള്ള ഈ റേറ്റ് എടുത്താൽ മതി. ഏത് റേറ്റ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആ റേറ്റ് എടുത്താൽ മതി. ആൻഡ് CBICയുടെ റേറ്റ് എടുക്കുന്ന സമയത്ത് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ദിവസത്തെ CBICയുടെ റേറ്റ് എടുക്കുക. ഇതാണ് പോയിന്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം പ്രൈസ് ഓഫ് ഗുഡ്സ് 10,000 എടുത്തു. അതിൻ്റെ കൂടെ 500 കൂടി ആഡ് ചെയ്യുക. മറ്റേ 5,000 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 10,500 ആയി.
ഈ 10,500ന്റെ 20% എയർ ഫ്രൈറ്റ് ആവാൻ പാടുള്ളൂ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇതിന്റെ 20% അല്ലെങ്കിൽ ആക്ച്വൽ എത്രയാ? ആക്ച്വലി 2500 ഇൻറ്റു 81. ഇവിടെ 81 അല്ലേ തന്നിരിക്കുന്നത്. CBSE റേറ്റ് 81. പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ദിവസത്തെ CBSE റേറ്റ് ആണ് എടുക്കേണ്ടത്. 2500 ഇൻറ്റു 81 ഓർ നമ്മൾക്ക് കിട്ടുന്ന ഈ ഇത് കൺവേർട്ട് ചെയ്യണമല്ലോ. 10,500നെ കൺവേർട്ട് ചെയ്തു 10,500 ഇൻറ്റു 81 ചെയ്ത് കഴിഞ്ഞാൽ 8,50,500. ഇതിന്റെ 20%, 8,50,500ന്റെ 20% ഓർ 2,500ന്റെ ഇൻറ്റു 81. ഇതിന്റെ ലോവർ എടുക്കുക 1,70,100 എന്ന് പറഞ്ഞ് കിട്ടും. മറ്റേ ഇതിന്റെ 20% ആണോ തോന്നുന്നുണ്ട്. ഓക്കെ, 2,16. ഇത് ഏതിന്റെ 20% ആണെന്ന് എനിക്ക് കാൽക്കുലേറ്റർ ഇല്ല, നോക്കിയാൽ മതി. 8,50,500 ഇൻറ്റു 20 ഓർ 81 ഇൻറ്റു 2,500. ഇതിൽ ഏതാണോ? എന്തായാലും ഇതല്ല തോന്നുന്നുണ്ട്. ഇതല്ല, ഇതായിരിക്കാനാണ് സാധ്യത. കാൽക്കുലേറ്ററും ഇല്ല. നിൽക്ക്, ഞാൻ ഫോണിൽ നോക്കട്ടെ. കാൽക്കുലേറ്റർ 8,50,500 ഇൻറ്റു 0.2. അതെ, 8,50,500ന്റെ 20% ആണ് 1,70,100. ഇൻഷുറൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, അവർ എത്രയാണെന്ന് അറിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ FOB വാല്യൂവിന്റെ 1.125% എടുക്കാം. സിമ്പിൾ. രണ്ടും കൂടി ആഡ് ചെയ്യുക. റേറ്റ് ഏത് എടുക്കേണ്ടത്? വിച്ച് എവർ ഈസ് ലേറ്ററിലുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ഒന്നില്ലെങ്കിൽ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബില്ല് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ്, വിച്ച് എവർ ഈസ് ലേറ്റർ. 3 24 ലേറ്റർ ഇതാണ്. സോ 18% ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. 18% എടുക്കുക. സർചാർജ് 10% ആഡ് ചെയ്യുക. IGST തന്നിട്ടുണ്ടോ? IGST 12% ആണെന്ന് തന്നിട്ടുണ്ട്. അതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എല്ലാം കൂടി ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. കാൽക്കുലേഷൻ ഒന്നും ചെയ്യണില്ല, ഞാൻ ലോജിക്ക് മാത്രം. ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത് എയർ ഫ്രൈറ്റ് FOBയുടെ 20% ആണ്. ഇൻഷുറൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാല്യൂന്റെ 1.125% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ 3 അഗൈൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, വെറുതെ പറയാന്ന് മാത്രം. നോക്കാം. FOB തന്നിട്ടുണ്ട്, ഇൻഷുറൻസ് ആക്ച്വൽ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 1.125 എടുക്കേണ്ട ആവശ്യമില്ല. എയർ ഫ്രൈറ്റ് ആണ്, 20% ലിമിറ്റ് ചെയ്യണം. ഡിസൈനിങ് ചാർജസ് ഉണ്ട്, ഈ 1000ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും, 1,500. ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി, അപ്പോൾ ആ ദിവസത്തെ റേറ്റ് തന്നെയാണ്. ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ് 18. അപ്പോൾ 28/9 10/10. അപ്പൊ ലേറ്റർ ഏതാ? 18% ആണ് റേറ്റ്. ഇങ്ങനെ കിട്ടി. ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ എൻട്രി ഇൻവേർഡ്, വിച്ച് എവർ ഈസ് ലേറ്റർ. IGST പേയബിൾ 12%, സർചാർജ് 10. കൺവേർഷൻ റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് CBSE തന്നെയാണ് വേണ്ടത്. 28/9 എന്ന് പറയുന്നത് ഏതാ? 28/9 ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ആണ്. ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രിയിൽ 73.50 ആണ്. സോ 73.50 വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. അത്ര തന്നെയല്ലേ? 73.50. അതെ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. 1000 + 500, 1500 ആണ് FOB. അതിന്റെ 20%ലേക്ക് ഇതിനെ ലിമിറ്റ് ചെയ്യുക, റേറ്റിനെ. നമുക്ക് നോക്കാം. 1000 + 500, 1500. 20%ലേക്ക് ലിമിറ്റ് ചെയ്തു. ആക്ച്വൽ ഇൻഷുറൻസ് കൊടുത്തു. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500. ആക്ച്വൽ ഫ്രൈറ്റ് 300. ഓക്കെ, 20% ഓഫ് 1500 300. അപ്പൊ നമുക്ക് 300 എടുക്കാം. റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും അത്ര തന്നെ ആയിട്ടുള്ളൂ. ആക്ച്വൽ ഇൻഷുറൻസ് 100 എടുത്തു കഴിഞ്ഞാൽ 1,900 കിട്ടി. ഈ 1,900നെ 73.50 CBSE റേറ്റ് ആണ് എടുക്കേണ്ടത്. ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത ദിവസത്തെ റേറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ 73.50, 75.10 എടുക്കാൻ പറ്റില്ല. ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി എടുക്കുമ്പോൾ വിച്ച് എവർ ഈസ് ലേറ്റർ എടുക്കണം. 18% ആണ് എടുക്കുക. 18 വരും, 10 വരും, 12 വരും. എല്ലാം കൂടി ആഡ് ചെയ്യണം. നോക്കാം. അപ്പൊ ഈ 73.50 വന്നു. 18%, 10%, 12% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആൻസർ. ടോട്ടൽ ടാക്സ് ഈ 18ഉം 10ഉം 12ഉം കൂടി ആഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണോ? കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ആയിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ വിടാം, എന്നാലും കുഴപ്പമില്ല. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം സിമിലർ ആണ്. FOB തന്നിട്ടുണ്ട് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ. ഓക്കെ, എയർ ഫ്രൈറ്റ് തന്നെയാണ്, 20% ലിമിറ്റ് ചെയ്യണം. 25ഉം പ്ലസ് 1,000 കൂടി ആഡ് ചെയ്യേണ്ടി വരും. ദെൻ ഇൻഷുറൻസ്, ലാൻഡിംഗ് ചാർജ്. ഇൻഷുറൻസ് തന്നിട്ടില്ല, നമുക്കപ്പോൾ 1.125% എന്ന് പറഞ്ഞ സാധനം എടുക്കേണ്ടി വരും. ലാൻഡിംഗ് ചാർജസ് 650 രൂപ. ഇതൊന്നും വരില്ല. ലാൻഡിംഗ് ചാർജ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷമാണ്, അതൊന്നും കാര്യമാക്കണ്ട. ട്രാൻസ്പോർട്ടേഷൻ ഇവിടുന്ന് പോകുന്നതാണ് 15,000. അതും ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് 25ഉം അതിൻ്റെ കൂടെ 1000 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 26 കിട്ടും.
എയർ ഫ്രൈറ്റ് എത്ര എമൗണ്ട്? 5,500. ലിമിറ്റഡ് ടു 20% ഓഫ് FOB. 26,000ന്റെ 20% 5,200 അല്ലെങ്കിൽ 5,500 വിച്ച് എവർ ഈസ് ലോവർ എടുക്കുക. ഇൻഷുറൻസ് തരാത്തത് കാരണം 1.125% ഓഫ് 26,000 എടുത്താൽ മതി. ഡയറക്റ്റ് 1.125% എടുത്തു, കഴിഞ്ഞു. പിന്നെ ബാക്കി ഏതാ? റേറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. CBSE 90 ആണ്, 10%, 12 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. സിമ്പിളിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കസ്റ്റംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മെറ്റീരിയലുള്ള വാല്യൂഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 7 മാർക്ക് അടിപൊളിയായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് പ്രൊവിഷൻ മാത്രം അറിഞ്ഞാൽ മതി. കോൺസെപ്റ്റ്ലി അറിയണം. ദെൻ എവിടെ പോയി? കൺവേർട്ട് ചെയ്യുക. 90 വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ 10% ബേസിക്സ്, അതിൻ്റെ മുകളിൽ 10% സർചാർജ്, 12% IGS ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സുകൾ മുഴുവൻ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട്. ഓക്കെ, എയർ ഫ്രൈറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ആൻഡ് ഇൻഷുറൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നതിനെ എടുക്കുക, തരാത്തതാണെന്നുണ്ടെങ്കിൽ 1.125% എടുക്കുക. ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 20%ന്റെ ലിമിറ്റ് ഇല്ല എന്നും മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഈസ് യുവർ രാഹുൽ. എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേര് രാഹുൽ. ആൻഡ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുക. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യുക. ദി ലേണേഴ്സ് ഹബ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, ഇത് കിട്ടും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ MS രാഹുൽ _MSR, MS_MSR, രാഹുൽ _MSR. ദി ലേണേഴ്സ് ഹബ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ കിട്ടും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ, യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യൂ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി സെഷൻ. ഏറ്റവും പെട്ടെന്ന് എങ്ങനെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ടാണ് സ്പീഡിൽ മേ ബി വിത്തിൻ 1.5 മണിക്കൂർ ആയിട്ടുള്ളൂ തോന്നുന്നു. മോർ ദാൻ 36 ക്വസ്റ്റ്യൻസ് ആയി. Hope you guys enjoyed the session, and this is signing off. This is your Rahul signing off. Thank you. നമുക്ക് വേറെ ഏതെങ്കിലും ക്ലാസ് ഒക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.